ചെറുത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും എണീറ്റ് നിൽക്കാം. എല്ലാവർക്കും എണീറ്റ് നിൽക്കാം. സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ. നമുക്ക് നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താലോ? an exercise to praise God. സോ ബോഡിയൊക്കെ എല്ലാവരും ഒന്ന് ലൂസാക്കിയിട്ടെ. എല്ലാവരും ലൂസാക്കിയിട്ടെ. ഈ ഒരു 2-3 ദിവസമായി നമ്മൾ പലരും ഇതിനു വേണ്ടി ഓടി നടക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. നമ്മുടെ കാലുകൾക്ക് ശക്തി നൽകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കാലൊന്ന് സ്ട്രെച്ച് ചെയ്താലോ? എല്ലാവരും ഒന്ന് മുമ്പിലേക്ക് നീട്ടി ഒരു വട്ടത്തിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്താലോ? രണ്ട് കാലും ചെയ്യാം. നമ്മുടെ ശരീരം വളരെ ശക്തിയായി നമ്മുടെ മുകളിലുള്ള ശരീരത്തെ താങ്ങുന്ന നമ്മുടെ ഹിപ്പിനെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഒരു ഹിപ്പ് റൊട്ടേഷൻ ചെയ്താലോ? ശക്തി ചെയ്തോ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഓക്കെ, ഗ്രേറ്റ്. നമ്മുടെ തലയെ താങ്ങുന്ന നമ്മുടെ കഴുത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് കഴുത്തൊന്ന് റൊട്ടേറ്റ് ചെയ്താലോ? വളരെ മെല്ലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിലുള്ള സ്ട്രെസ്സൊക്കെ നമ്മെ താങ്ങാൻ വേണ്ടി ദൈവം നൽകിയിട്ടുള്ള ഈ ഒരു ഫേസിന്, വളരെ മനോഹരമായി പുഞ്ചിരിക്കാൻ നൽകിയിട്ടുള്ള ഈ ഒരു ഫേസിന് സ്തോത്രം ചെയ്തുകൊണ്ട് മുഖത്ത് ചെറിയൊരു മസാജ് കൊടുത്താലോ? 2 കൈ കൊണ്ടും ചെയ്യാം. ഒരു ഫോർഹെഡ് മസാജൊക്കെ കൊടുക്കാം. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവശ്വാസമാണ്. നമുക്കൊരു മെസ്സി ബ്രീത്ത് ചെയ്താലോ? നമ്മുടെ ഫുട്ബോൾ കളിക്കാരൻ മെസ്സി അല്ല, ഇത് ഒരു മെസ്സി ബ്രീത്ത് എന്ന് പറയും. ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന നന്മകൾക്കൊക്കെ സ്തോത്രം ചെയ്തുകൊണ്ട് ഒരു വലിയ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ എല്ലാ നെഗറ്റീവ് എനർജിയും പുറത്തേക്ക് കളഞ്ഞുകൊണ്ട് വളരെ മെസ്സി ആയിട്ട് നമ്മുടെ എല്ലാ നെഗറ്റീവ് എനർജിയും പുറത്തു പോകണം. ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. 30 seconds silent. Okay, we are going to do this. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ ദൈവം നൽകിയിട്ടുള്ള എല്ലാ കൃപകളെയും, നമുക്ക് നൽകിയിട്ടുള്ള ഹെൽത്ത്, നമ്മുടെ പാരൻസ്, നമ്മുടെ ഈ ഒരു മഹാ ഇടവക, ഈ ഒരു ഗാങ് ഓഫ് പീപ്പിൾ, എല്ലാത്തിനും സ്തോത്രം ചെയ്തുകൊണ്ട് ലെറ്റ്സ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. വൺ മോർ ടൈം. അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം മെസ്സി ആവാൻ പറ്റുമോ, എത്രമാത്രം അലമ്പാവാൻ പറ്റുമോ അത്രയും ശക്തിയിൽ നമുക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യാം. ബ്രീത്ത് ഇൻ, മെസ്സി, ബ്രീത്ത് ഔട്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. ഈ എനർജിയാണ് നമുക്ക് വേണ്ടത്. താങ്ക് യു സോ മച്ച്. പ്ലീസ് ബി സീറ്റഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ വഴി നടത്തുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ നിമിഷത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഒരുപാട് പേർക്ക് ഈ നിമിഷത്തിൻ്റെ സമാധാനമോ ഈ നിമിഷത്തിൻ്റെ സന്തോഷമോ അറിയാതെ ജീവിതങ്ങളുടെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ആയിരിക്കുമ്പോൾ ഈ ഒരു മഹാ ഇടവകയുടെ 10,000 പേരിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഞങ്ങൾ ഇവിടെ എത്തിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രികാലത്തെ, ഈ രാത്രി സമയത്തെ സെഷനിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ വ്യത്യസ്തതകളെ തിരിച്ചറിയുവാൻ, വൈവിധ്യങ്ങളെ തിരിച്ചറിയുവാൻ, സഭയെ കൂടുതൽ വർണ്ണശബളമാക്കി തീർക്കുവാനായേക്ക് ഞങ്ങളെ സഹായിക്കണമേ. തലകളെ വണക്കിയ ഏവരെയും അനുഗ്രഹിക്കണമേ. ഏഴയായ അടിയന് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ നൽകണമേ. എല്ലാം പ്രാർത്ഥന കേൾക്കുന്ന കർത്താവിൻ്റെ സ്നേഹമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒരു പക്ഷെ നിങ്ങളൊക്കെ കേട്ട് കാണാൻ സാധ്യതയുള്ളൊരു കഥയാണ്. ഒരു ലവ് സ്റ്റോറി. സോ ഒരു മാലാഖയും ഒരു മനുഷ്യനും തമ്മിൽ പ്രണയത്തിലാവുന്നു. ഒരുപാട് കാലം അവർ പ്രണയിച്ച് നടന്നു. അവസാനം അവർ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവരുടെ വിവാഹത്തിന് ശേഷം മാലാഖ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ ഈ മാലാഖയുടെ കയ്യിലൊരു സാധനം കൊണ്ടുവന്നിരുന്നു, ഒരു വാട്ടർ ബോട്ടിൽ. അങ്ങനെ മാലാഖ അത് ഒരു വലിയ സമ്പത്തായി വീട്ടിൽ വെച്ചു. ഈ മനുഷ്യന് എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, എന്താണ് ഈ മാലാഖയുടെ വാട്ടർ ബോട്ടിൽ മാലാഖ കൊണ്ടുവന്നിട്ടുള്ള സംഭവം എന്ന്. അപ്പം എപ്പോഴും മാലാഖയോട് ചോദിക്കും, നീ എന്താ ഈ ബോട്ടിൽ കൊണ്ടുവന്നേ? ഇതിനൊരിക്കലും ഈ മാലാഖ മറുപടി കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ഇയാളുടെ ക്യൂരിയോസിറ്റി ഇങ്ങനെ വർദ്ധിച്ചു വന്നു.
നമുക്ക് ക്യൂരിയോസിറ്റി വന്നു കഴിഞ്ഞാൽ വല്ലാത്ത ഒരു റെസ്റ്റ്ലെസ് ആണല്ലേ. ഒരു ദിവസം മാലാഖ പുറത്തു പോയ സമയത്ത് ഈ മനുഷ്യൻ മാലാഖയുടെ അനുവാദമില്ലാതെ ഇത്ര വർഷം സ്വർഗത്തിൽ നിന്ന് കാത്തുവെച്ച ആ വാട്ടർ ബോട്ടിലിൻ്റെ ടോപ്പ് മെല്ലെ തുറന്നു. ടോപ്പ് തുറന്നു. ഇതിൻ്റെ അകത്തേക്ക് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് എംപ്റ്റി. ഈ മനുഷ്യന് വല്ലാത്ത ദേഷ്യം വന്നു. ഇത്രയും വർഷം വളരെ വ്യത്യസ്തരായ മാലാഖയും മനുഷ്യനും പ്രണയത്തിലായി, വിവാഹത്തിലായി, ഈ ഒരു എംപ്റ്റി ബോട്ടിലാണോ ഈ ഒരു മാലാഖ ഇത്രയും കാലം എൻ്റെ മുമ്പിൽ വെച്ചതെന്ന് വിചാരിച്ചു. മാലാഖ തിരിച്ചു വന്നു. ഇവർ വഴക്കായി. തുടർന്ന് മാലാഖയോട് ചോദിച്ചു, ഇത്രയും കാലം ഈ ഒരു എംപ്റ്റി ബോട്ടിൽ കാണിച്ചാണോ നിന്റെ സ്വർഗത്തിലെ വലിയ സമ്പത്ത് എന്ന് പറഞ്ഞ് നീ കൊണ്ടു നടന്നത്? ഈ മാലാഖ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, എൻ്റെ സ്വർഗത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് എപ്പോഴാണ് ശൂന്യതയായി തോന്നിയത്? എൻ്റെ സ്വർഗത്തിൻ്റെ ഈ ബോട്ടിൽ ഞാൻ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു അംശം നിങ്ങൾക്ക് എപ്പോഴാണ് ശൂന്യതയായി തോന്നിയിട്ടുള്ളത്? പല സമയത്തും നമ്മുടെയൊക്കെ അംബീഷൻ മറ്റുള്ളവർക്ക് ശൂന്യതയായി തോന്നാം. ചില സമയത്ത് നമ്മുടെ പാഷൻ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് ശൂന്യതയായി തോന്നാം. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, ഡൈവേഴ്സിറ്റിയെ, ഡിഫറൻസിനെ ആക്സെപ്റ്റ് ചെയ്യാനും അതിനെ എംബ്രേസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? PPT പ്ലേ ചെയ്യാമോ? സോ ഈ ഒരു സെഷന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള തീം എന്ന് പറയുന്നത് സെലിബ്രേറ്റിംഗ് ഡൈവേഴ്സിറ്റീസ് ആൻഡ് റിക്കൺസൈലിംഗ് ഡിഫറൻസസ്. ഒരു ഇന്ത്യക്കാരനാവുന്നതിൽ അഭിമാനമുള്ള എത്ര ആളുകളോടെ ഉണ്ട്? ടു ബി എ പ്രൗഡ് ഇന്ത്യൻ എന്ന് പറയാൻ അഭിമാനമുള്ള എത്ര ആളുകളുണ്ട്? ഒരു കാലം വരെ കൈ താഴ്ത്താം. ഒരു കാലം വരെ എനിക്കും വളരെ അഭിമാനം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഇടയ്ക്ക് സംഭവിച്ച ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ, നമുക്കറിയാം മണിപ്പൂരിലൊക്കെ നടന്ന സംഭവങ്ങൾ ഓർക്കുമ്പോൾ, ചില സമയത്തെങ്കിലും ധൈര്യത്തോടു കൂടെ ഞാൻ എൻ്റെ ഇന്ത്യയെ ഓർത്ത് അഭിമാനം കൊള്ളുന്നു എന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്നാലും വി ആർ ബ്ലെസ്ഡ് ടു ബി ഇൻ ദിസ് കൺട്രി. ഇന്ത്യയെ പോലെ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള, ഡിഫറൻസസ് ഉള്ള ഒരു രാജ്യം വേറെ എവിടെയുമില്ല. അത് നമ്മൾ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. ഇന്ത്യയിൽ എല്ലാ ജോഗ്രഫിയും ഉണ്ട്, എല്ലാ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും ഉണ്ട്. മഞ്ഞ് പെയ്യുന്ന സ്ഥലമുണ്ട്, മരുഭൂമിയുണ്ട്, വാലീസ് ഉണ്ട്, ഹിൽ ടോപ്സ് ഉണ്ട്, പർവ്വതങ്ങളുണ്ട്. എല്ലാ തരത്തിലുള്ള ജോഗ്രഫിയുള്ള ഇത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം വേറെ എവിടെയും ഉണ്ടാവില്ല. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം എത്ര മണിയാണ്? വെറുതെ ഒരു ഗസ് പറയാം. ഇന്ത്യയിൽ ഒരു സ്റ്റാൻഡേർഡ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം എത്ര മണി? 8 മണി. 8 മണി. എല്ലാവരും 8 മണി ഓക്കെ ആണോ? ഇന്ത്യയിലെ ഒരു സ്റ്റാൻഡേർഡ് ലഞ്ച് ടൈം 1 o'clock. നൈസ്. ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ഡിന്നർ ടൈം എത്ര മണിയാ? 8. ഓക്കെ. എല്ലാവരും പറഞ്ഞത് വെച്ച് 8 മണി ബ്രേക്ക്ഫാസ്റ്റ് ടൈം, 12 മണി 1 മണി ലഞ്ച് ടൈം, 8 മണി ഡിന്നർ ടൈം. പക്ഷെ ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ രാവിലെ 9 മണിക്ക് ലഞ്ച് കഴിക്കുന്ന ദേശം എവിടെയാണ്? ഇന്ത്യയിൽ രാവിലെ 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, 9 മണിക്ക് ലഞ്ച് കഴിക്കുന്ന ആളുകൾ ഇന്ത്യയിലുണ്ട്. എവിടെയാണ് അറിയോ? 9 മണിക്ക് ലഞ്ച് കഴിക്കുന്ന ആളുകൾ. നമുക്ക് ശബ്ദത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എവിടെയാ? അരുണാചൽ. നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ 4:30 ആവുമ്പോൾ പ്രഭാതമാവും, 4:30 ആവുമ്പോൾ സൂര്യൻ ഉദിക്കും. അവർ ഏർലി ബ്രേക്ക്ഫാസ്റ്റാ. 9:30 ആകുമ്പോഴത്തേക്ക് അവർ ലഞ്ച് കഴിയും. അവർ ഡിന്നർ ടൈം എത്ര മണിയാണെന്ന് അറിയോ? 4 മണി. നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം ഇതാ. ഇന്ത്യ ഈസ് സോ ഡൈവേഴ്സ്ഡ്. ഇന്ത്യ ഈസ് സോ ഡൈവേഴ്സ്ഡ്. വേറൊരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര ജാതി ബിരിയാണിയാണല്ലേ, വെറൈറ്റീസ് ഓഫ് ബിരിയാണി. കോട്ടയത്ത് കഴിക്കുന്ന പൈനാപ്പിൾ ബിരിയാണി അല്ല തിരുവനന്തപുരം പോകുമ്പോൾ കഴിക്കുന്നത്. ട്രിവാൻഡ്രത്ത് കഴിക്കുന്ന ബിരിയാണി അല്ല കോഴിക്കോട് പോകുമ്പോൾ കഴിക്കുന്നത്. ആഹാരം പോലും ഇത്ര ഡൈവേഴ്സ്ഡ് ആണ്. ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, വ്യത്യസ്തകളെ കുറിച്ച്. ഏത് ഭാഗമാണ്? ഏത് ഭാഗം ആർക്കെങ്കിലും എടുക്കാമോ? മനുഷ്യൻ്റെ വ്യത്യസ്തതകളെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്ന ഒരു ശരീരത്തോടൊക്കെ ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്. കിട്ടിയോ? 1 കൊരിന്ത്യർ 12:14 മുതൽ 20 വരെ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ സമയം വായിക്കാം. കൈ പൊന്തിച്ചു കഴിഞ്ഞാൽ മൈക്ക് അങ്ങോട്ട് കൊണ്ടുവരാം. 1 കൊരിന്ത്യർ 12
14 മുതൽ 20 വരെ. 1 കൊരിന്ത്യർ 12:14 മുതൽ. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ഞാൻ കൈ അല്ലായക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണ് അല്ലായക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നുവെങ്കിൽ അതിനാൽ ഒരു ശരീരത്തിലുള്ളതല്ല എന്നും വരികയില്ല. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ? ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വച്ചിരിക്കുന്നു. സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ? പല അവയവങ്ങൾ ഒരുമിച്ച് വന്ന് ക്രിസ്തു ശരീരമായി തീരുന്ന മനോഹരമായ ഭാഗം. ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താണ്? ഡൈവേഴ്സിറ്റി എന്താ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത? ഈ ഒരു ശബ്ദം ഒരു വലിയ പ്രയാസമാണ്, എന്നാലും നമുക്ക് ശ്രമിക്കാം. വൈവിധ്യം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താണ്? നമ്മളൊക്കെ വ്യത്യസ്തരാണ്, റൈറ്റ്? നമ്മളൊക്കെ ചിന്തിക്കുന്ന രീതിയും നമ്മൾ നടക്കുന്ന രീതിയും നമ്മൾ സംസാരിക്കുന്ന രീതിയും നമ്മൾ പാടുന്ന രീതിയും എല്ലാം വ്യത്യസ്തമാണ്. ഒരു ഉദാഹരണം എടുക്കാം. ഗാർഡൻ, പൂന്തോട്ടം. പൂന്തോട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? പൂവുണ്ട്, പൂമ്പാറ്റുണ്ട്, വണ്ടുണ്ട്, പുഴുവുണ്ട്, തേനീച്ച, ഏതാ, മണ്ണുണ്ട്, കല്ലുണ്ട്, എന്താ, ആരും ഒരു ടൂണ് പറഞ്ഞല്ലോ ഇവിടെ. ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് അതിന് ഭംഗി ഉണ്ടാവുന്നത്. എന്നാൽ ഒരു കാര്യം മാത്രം പുറത്തെടുത്ത് കഴിഞ്ഞാൽ ആ പൂന്തോട്ടത്തിൻ്റെ ഭംഗിയില്ലാതെയാവും. എന്നാൽ പലപ്പോഴും മനുഷ്യരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യർ ഓരോ ഘടകങ്ങളായിട്ടാണ് കാണുക. ഈ വേസ്റ്റ് ബിന്നിനെ കുറിച്ചിട്ടുള്ള ഒരു ഉപമയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വേസ്റ്റ് ബിൻ അല്ലെങ്കിൽ ഡസ്റ്റ്ബിൻ നമ്മുടെയൊക്കെ വീട്ടിൻ്റെ ഒരു മൂലയിലിരിക്കുന്ന ഒരു സാധനം അല്ലേ? മൂലയിലിരിക്കുന്ന ഒരു സാധനം, യൂസ്ലെസ്, നമ്മൾ റബ്ബിഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടുന്ന കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ വീട്ടിൽ ആ വേസ്റ്റ് ബിൻ, ആ ഡസ്റ്റ്ബിൻ ഇല്ലെങ്കിൽ എങ്ങനെ നമ്മൾ വേസ്റ്റ് ഓർഗനൈസ് ചെയ്യും? എങ്ങനെ വേസ്റ്റ് ഓർഗനൈസ് ചെയ്യും? ഏറ്റവും ചെറുതെന്ന് വിചാരിക്കുന്ന ഒരു കാര്യത്തിന് പോലും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെയുള്ള പുഴു എന്ന് പറഞ്ഞാൽ പുഴുവൊക്കെ ഫോട്ടോസിന്തസിസിന് കൊടുക്കുന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ വലുതാണ്. ആ കല്ലും ആ മണ്ണും അവിടെയുള്ള എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ എല്ലാം അറിയുന്ന മനുഷ്യരായ നമ്മൾ മനുഷ്യർക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. നമ്മളൊരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നിറം നോക്കുന്നു, ജോലി നോക്കുന്നു, കുടുംബമൈവ നോക്കുന്നു. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഇടി പേടിയുള്ള ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ബോർഡ് പോയോ? ഓക്കെ, കൂൾ 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 കൂൾ. അടുത്ത ചോദ്യം PPT ഉണ്ടായിരുന്നു. കണ്ടിന്യൂ ചെയ്യാം. ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? താങ്ക് യു സോ മച്ച്. കുറച്ച് എനർജി തരുമോ? കം ഓൺ. Are you guys with me now? Some more energy please. Are you guys with me now? Thank you so much. മഴയൊന്നും മധ്യ കേരള യൂത്തിന് ഏൽക്കില്ല ഗൈസ്. താങ്ക് യു സോ മച്ച്. സോ നമ്മുടെ പോയിന്റിലേക്ക് വരാം. ഈ മനുഷ്യന് മാത്രം മനുഷ്യനെ വാല്യൂ ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഇത് കാണണമെന്നുണ്ടെങ്കിൽ മാട്രിമോണി സൈറ്റുകൾ കണ്ടിട്ടുണ്ടോ? പത്രത്തിലൊക്കെ വരുന്നത് സുമുഖനായ വ്യക്തി, ഇത്ര വിദ്യാഭ്യാസം, ഇത്ര സ്റ്റാൻഡേർഡ്, എന്നിട്ടും ചോദിക്കുന്നത് ഇന്ന നിറത്തിലുള്ള ഇന്ന വണ്ണത്തിലുള്ള ഒരു സ്ത്രീയെ എനിക്ക് വേണം. ഇതെന്താ സൂപ്പർ മാർക്കറ്റാണോ? ഇന്ന് നിങ്ങൾക്കൊരു QR കോഡ് തന്ന്, ഓക്കെ, ഒരു QR കോഡ് തന്ന് നിങ്ങളോട് കഥ എഴുതാൻ വേണ്ടി പറഞ്ഞു. 29 ആളുകൾ അതിൽ കഥ എഴുതി. അതിൽ 19 കഥ കണ്ണ് നിറയാതെ നമുക്ക് വായിക്കാൻ പറ്റില്ല. നിറത്തിൻ്റെ പേരിലും വണ്ണത്തിൻ്റെ പേരിലും കളിയാക്കി
കോൺഫിഡൻസ് പോയി ഇരിക്കുന്ന ഒരുപാട് പേര് നമ്മളെ കൂട്ടത്തിലുണ്ട്. ഡൈവേഴ്സിറ്റി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന കൂട്ടുകാരനെയോ കൂട്ടുകാരിയോ തിരിച്ചറിയാത്ത എന്ത് പൂർണ്ണതയാണ് ഒരു മനുഷ്യനായ നമുക്ക് ഉണ്ടാവുന്നത്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. ഞാനൊരു ചോദ്യം ചോദിക്കുക, ഹൂ ആം ഐ? ഞാൻ ആരാണ്? ഞാൻ ആരാണ്? നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് അവിടെ ഉണ്ടാകും? നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചറിനോട് നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു കൊടുക്കണം. അതിനാവശ്യമായ എന്തൊക്കെ ഘടകങ്ങൾ അതിലുണ്ടാകും? ചോദ്യം മനസ്സിലായോ? ലൈക്ക് ഹൂ ആം ഐ? ഐ എം റിബിൻ ജോൺ. അതിൽ എന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ ഓക്കെ ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ ഹൂ ആം ഐ? ഹൂ ആം ഐ? ഹൂ ആം ഐ? ആർക്കെങ്കിലും പറയാനുണ്ടോ? ഹൂ ആം ഐ? ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കൊടുക്കണം. നിങ്ങൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇതിൻ്റെ പിന്നിൽ കാണുക എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി? പേര്, നെയിം ഒരു ഫാക്ടറാണ്. പ്ലേസ്, പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, പിന്നെ ഏജ് ഒരു ഫാക്ടറാണ്, പിന്നെ ഫാമിലി ഒരു ഫാക്ടറാണ്, പിന്നെ ഏതാ? ഹൈറ്റ്, ഇഷ്ടങ്ങളും ലൈക്ക്. നമുക്ക് ബാക്കിലുള്ള കൂട്ടുകാരോട് ചോദിക്കാം. ക്യാരക്ടർ ഓക്കെ. ഹൂ ആം ഐ എന്ന ചോദ്യത്തിന് എങ്ങനെ ഉത്തരം കൊടുക്കും? ഹൂ ആം ഐ? ഞാൻ ആരാണ്? എനിക്കൊരാളുടെ എക്സ്പ്ലെയിൻ ചെയ്യണം. എങ്ങനെ ഉത്തരം കൊടുക്കും? ഹോബി, യാ നൈസ്. പിന്നെ ഹൂ ആം ഐ എന്ന ചോദ്യത്തിന് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യും. ബ്രോ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, പേര് പറഞ്ഞു, ഏജ് പറഞ്ഞു, ഹൈറ്റ് പറഞ്ഞു, ഹോബീസ് പറഞ്ഞു, ക്യാരക്ടർ പറഞ്ഞു. ഒരു പക്ഷേ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരുമിച്ചിരിക്കുന്നതുകൊണ്ടാവും നമ്മൾ പറയാത്തെ. നമ്മൾ റിലീജിയൻ പറയും. ഒരു സെക്യുലർ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ നമ്മൾ റിലീജിയൻ പറയും, ജെൻഡർ പറയും, അല്ലേ? നമ്മുടെ ജെൻഡർ എന്താ നമ്മൾ പറയും. PPT വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറയുന്നതാ. ഓൾ വെൽ? കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇറ്റ്സ് വെരി ഡിസ്റ്റർബിങ് റൈറ്റ്? വെരി ഡിസ്റ്റർബിങ് റൈറ്റ്? ഓക്കെ, വിൽ കണ്ടിന്യൂ. ഈ ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞു നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറയുന്നതാ. എന്നാൽ പല സമയത്തും ഇതേ ഫാക്ടേഴ്സ് ബാക്കിയുള്ളവരെ മാറ്റി നിർത്താൻ വേണ്ടി നമ്മൾ പറയും. എന്നേക്കാൾ ഹൈറ്റ് കുറഞ്ഞ ആൾ, എന്നേക്കാൾ നിറം കുറഞ്ഞ ഒരാൾ. ഞാൻ വളരെ ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടി പോവുക. ഞാനൊരു പബ്ലിക് ആയിട്ടുള്ള വേദിയിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ഫേസ് ചെയ്ത ഒരു കാര്യം വളരെ ഓപ്പൺ ആയിട്ട് പറയാം. എൻ്റെ വീട് മലപ്പുറത്താന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പലപ്പോഴും എനിക്ക് അറിയില്ലായിരുന്നു. നൈസ്. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഹൂ ആം ഐ ഡിഫൈൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഞാൻ ആ ഒരു പോയിന്റിലേക്ക് വരാം. എൻ്റെ വീട് മലപ്പുറത്താന്ന് പറഞ്ഞല്ലോ. ഞാൻ പലപ്പോഴും സെൻട്രൽ കേരളയുടെ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ആളുകൾ ചോദിക്കും, അച്ഛൻ്റെ വീട് എവിടെയാ? മലപ്പുറത്താ. അപ്പോൾ അടുത്ത ചോദ്യം ക്രിസ്ത്യാനികൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, അച്ഛൻ തെക്ക് ഭാഗത്തുനിന്ന് എവിടെ നിന്നാണ് അച്ഛൻ്റെ കുടുംബം അങ്ങോട്ട് പോയത്? അവർക്കറിയേണ്ടത് ഞാൻ ഏത് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതെന്നാണ്. ഒരു ക്രിസ്ത്യാനിയെ കാണുമ്പോൾ ക്രിസ്തുവിൽ നിങ്ങൾ പുതിയ സൃഷ്ടികൾ എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ജാതി ഏതാണ്, നിങ്ങൾ ഏത് കുലത്തിൽ നിന്ന്, ഏത് രക്തത്തിൽ നിന്ന് കൺവേർട്ട് ആയതാണെന്ന് അറിയുന്ന ആ ഫിൽറ്ററോടുകൂടെ സംസാരിക്കുന്ന ആളുകളെടുത്ത് ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വിജിലൻ്റ് ആയിരിക്കണം. നിങ്ങൾ പറയുന്നു നിങ്ങളാണ് നാളെ സഭയെ നയിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ മനസ്സിലും ജാതിയുടെയും മതത്തിൻ്റെയും വിഷമുണ്ടെങ്കിൽ സഭ ഇനിയും മാറാൻ വേണ്ടി പോകുന്നില്ല. ഒരു മതത്തിൽ ഒരു ജാതിയിൽ വരുന്നവർ മാത്രം അവകാശങ്ങൾ നേടിയെടുത്ത് മാറ്റിയുള്ളവരെ ബാക്കി നിർത്തപ്പെട്ട അതേ ചരിത്രം തുടർന്നുകൊണ്ടിരിക്കും. അതിനെ മുറിച്ച് കളയുവാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന 350 പേർക്ക് സാധിക്കുമെങ്കിൽ നാളെ ചേർച്ച് വിൽ ബി എ ന്യൂ ക്രിയേഷൻ ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്.
ഡൈവേഴ്സിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സഭയായി നമ്മുടെ സഭ തീരും. ഡൈവേഴ്സിറ്റിയെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് നമ്മൾ ഈ രാത്രി മുമ്പോട്ട് വെക്കാൻ വേണ്ടി പോകുന്നത്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇനി നമ്മൾ കുറച്ചുകൂടെ 18 വയസ്സിന് താഴെയുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, നമ്മൾ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള കോൺവെർസേഷനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ആർക്കെങ്കിലും ഒരാൾക്ക് അത് വായിക്കാമോ? ബ്രോ വായിക്കാമോ? ആര് വായിക്കും? Disclaimer: the following presentation contains disturbing facts, discussion about sex and body, which may not be suitable for a rigid mind. An open mindset is advised. അടുത്ത പ്രസൻറ്റേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്സിനെയും ബോഡിയെയും കുറിച്ചും ആണ്. അതിനൊരു ഓപ്പൺ മൈൻഡഡ് ഒരു മൈൻഡ് സെറ്റ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ നെറ്റ്ഫ്ലിക്സിൽ മൂവി കാണുന്നതിന് മുമ്പ് ഇതുപോലൊരു വാർണിംഗ് വരുമല്ലോ. അപ്പം നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള കോൺവെർസേഷനിലേക്ക് പോവുകയാണ്. ഓപ്പണായി സംസാരിക്കുക, ഓപ്പണായി ഇടപെടുക. നമ്മൾ വളരെ റിയാലിറ്റി മാത്രമേ സംസാരിക്കുന്നുള്ളൂ. സോ നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. വൺ മോർ ക്ലിക്ക്. ഒരു ക്ലിക്ക് കൂടെ ചെയ്യാമോ? ഫൈൻഡ് ആന്റോണിം. നെക്സ്റ്റ് ക്ലിക്ക്. ഓക്കെ, ഒരു ചെറിയൊരു ഗെയിമിലേക്ക് നമ്മൾ പോവുക. നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ചെയ്യുന്ന ഓപ്പോസിറ്റ്. ജനലിൻ്റെയും ഡോറിൻ്റെ അടുത്തിരിക്കുന്നവരൊക്കെ ഉള്ളിലേക്ക് ഇരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ജനലിൻ്റെയും ഡോറിൻ്റെ അടുത്തിരിക്കുന്നവരൊക്കെ ഉള്ളിൽ സ്ഥലമുണ്ട്, ഉള്ളിലേക്ക് കയറിയിരിക്കാം പ്ലീസ്. നല്ല മഴ. ജനലിലിരിക്കുന്നവരൊക്കെ ഉള്ളിലേക്ക് വരാം. സ്റ്റാർട്ട് ചെയ്യാം. സെറ്റായോ? നമുക്കൊരു ബ്രീത്തിന് ഒരു മെസ്സി ബ്രീത്ത് ഔട്ട് രണ്ടുവട്ടം ചെയ്താലോ? ഓക്കെ, ഇൻഹേൽ, മെസ്സി ബ്രീത്ത് ഔട്ട്. വൺ മോർ, ഇൻഹേൽ, മെസ്സി ബ്രീത്ത് ഔട്ട്. താങ്ക് യു ഗൈസ് ഫോർ ബീയിങ് വിത്ത് മീ. സോ ക്വസ്റ്റ്യൻ, നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ഉണ്ടാവുന്നത് പോലെ ഫൈൻഡ് ദ ഓപ്പോസിറ്റ്. വിപരീത പദം. ചോദ്യം, നോർമൽ എന്ന വാക്കിൻ്റെ വിപരീതം. അബ് നോർമൽ. താങ്ക് യു. അടുത്ത പ്രസ് ചെയ്യാമോ? ലാൻഡ്. ലാൻഡ്. ലാൻഡ്.
സി ഡേ. വാവ്. മേൽ. സൂപ്പർ സൂപ്പർ ഗുഡ് സൂപ്പർ ഗുഡ്. എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നു. എന്ത് നല്ലത്. യൂത്ത്, ബി ക്രിട്ടിക്കൽ, യൂസ് യുവർ ഹെഡ്, ബി ക്രിട്ടിക്കൽ. എന്തുകൊണ്ടാണ് നോർമൽ എന്ന വാക്കിന് എക്സ്ട്രാ ഓർഡിനറി നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല? നോർമൽ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അബ്നോർമൽ എന്ന് പറയുന്നു? ക്രിയേറ്റീവായി ചിന്തിക്കുന്ന, ക്രിട്ടിക്കായി ചിന്തിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാൻ പറ്റുന്നില്ല? ലാൻഡ് എന്ന് പറയുമ്പോൾ ലാൻഡിൻ്റെ പലതരം ഭാഗങ്ങളില്ലേ? വാലീസ് ഉണ്ട്, മെഡോസ് ഉണ്ട്, ഡെസേർട്ട് ഉണ്ട്. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഡേ എന്ന് പറയുമ്പോൾ രാവിലെ മാത്രമാണോ ഉള്ളത്? ഉച്ചയുണ്ട്, വൈകുന്നേരം ഉണ്ട്. ഇതൊന്നും നമ്മൾ പറയുന്നില്ല. മെയിൽ എന്ന് പറയുമ്പോൾ ഫീമെയിൽ, റൈറ്റ്? ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് സിലബസിൽ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചു. അതിലേക്ക് വരാം. നമ്മളെല്ലാവരും ബൈനറിയിൽ സ്റ്റക്കായിരിക്കുക. ബൈനറി. ചെറുപ്പം മുതൽ ബ്ലാക്ക് വൈറ്റ്, ലാൻഡ് സീ, മെയിൽ ഫീമെയിൽ. ഈ ഒരു ട്രാപ്പ് നമ്മൾ പുറത്തു പോയിട്ടില്ല. എനിക്കൊരു 6 ഫ്രണ്ട്സിനെ വേണം. 6 പേർക്ക് മുമ്പിലേക്ക് വരാമോ? 6 പേർക്ക് സ്റ്റേജിന് മുകളിലേക്ക് വരാം. എത്രയും പെട്ടെന്ന് വരാം. 6 പേർ. പെട്ടെന്ന് വരാം. പെട്ടെന്ന് വരാം. ഒരു സർക്കിൾ ഫോം. ഒരു ചെറിയ ആക്ടിവിറ്റി ഒരാളൂടെ വരുന്നുണ്ട്. ഒരു സർക്കിൾ ഫോം ചെയ്യാം. കുറച്ചുകൂടെ ബാക്ക്. കുഴപ്പമില്ല. ഒരു ചെറിയ ഗെയിമാണ്. നമുക്ക് ഇവർക്കൊരു സപ്പോർട്ട് കൊടുക്കാം. 6 പേർക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ ഗെയിമാണ്. നിങ്ങളുടെ ശ്രദ്ധ, കോൺസെൻട്രേഷൻ ഈ ഗെയിമിന് ആവശ്യമാണ്. മഴയുടെ ശബ്ദമുണ്ട്, ഇടിയുടെ ശബ്ദമുണ്ട്. ഗെയിം നിർത്തരുത്. ഇടി വെട്ടിയാലും മിന്നലടിച്ചാലും ഗെയിം നിർത്തരുത്. ഗെയിം കണ്ടിന്യൂ ചെയ്യണം. കോൺസെൻട്രേറ്റ് ചെയ്യണം. ഒരു സെക്കൻഡ് പോലും അബദ്ധം പറ്റരുത്. സോ ദ ഫസ്റ്റ് തിങ്, ഐ വിൽ പാസ് എ ക്ലാപ്പ് ദിസ് സൈഡ്. ഞാനൊരു ക്ലാപ്പ് ഈ സൈഡിലേക്ക് തരും. നിങ്ങളത് ഇങ്ങനെ പാസ് ചെയ്ത് എനിക്ക് തിരിച്ചു തരണം. ഗെയിം മനസ്സിലായല്ലോ അല്ലേ? ഞാനൊരു ക്ലാപ്പ് പാസ് ചെയ്യും. ആ ക്ലാപ്പ് ഒരു പാസ് ചെയ്ത് എനിക്ക് തിരിച്ചു തരും. റെഡി? ഓക്കെ, ക്ലാപ്പ് കിട്ടി. ഇനി ഞാനൊരു ചെറിയ പിൻ ബോൾ പാസ് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ പിൻ ബോൾ ഇങ്ങനെ താഴെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തിപ്പൊന്നുന്ന ബോൾ ഉണ്ടല്ലോ. അപ്പോൾ ആ ബോൾ നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോൾ നിങ്ങളിങ്ങനെ ചാടണം. ഗോഡ് ഇറ്റ്? ബോൾ പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ചാടണം. ഞാൻ ബോൾ ഇടാൻ പോവാണേ. റെഡി ആണല്ലോ? ആ ടൈമിംഗ് കീപ്പ് ചെയ്യണം. ഒരാളുടെ കഴിഞ്ഞ ബോൾ അടിയിലൂടെ പോകുന്നുണ്ടെന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്ത് ടൈമിംഗ് കീപ്പ് ചെയ്ത് ആ റിതത്തിൽ പോകണം. റെഡി? കൂൾ? ഓക്കെ. ഓക്കെ, ഞാൻ ബോൾ സ്റ്റോപ്പ് ചെയ്തു. നമുക്ക് ഒരു വട്ടം കൂടെ ചെയ്യാം. ക്ലാപ്പ്. സ്പീഡിൽ ചെയ്യണേ. ബോൾ. ഇനി ഞാൻ ഈ സർക്കിൾ ക്ലോസ് ചെയ്യണേ. ഞാൻ ഈ സൈഡിലേക്ക് ക്ലാപ്പും ഈ സൈഡിലേക്ക് ബോളും തരാൻ വേണ്ടി പോവാം. നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ടീം കൈ കൊടു. കമോൺ. നിങ്ങളാണ് ടീം. നിങ്ങളുടെ ഓഡിയൻസ് അവിടെ ഗാലറിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ കോൺസെൻട്രേറ്റ്. നിങ്ങളുടെ ടീം എഫേർട്ടിലാണ് ഇത് തെറ്റാണ്ട് പോകുന്നത്. ഒരു സൈഡിൽ ബോളും വരും, ഒരു സൈഡിൽ ക്ലാപ്പും വരും. റെഡി? അത് ഒന്നിച്ച് വരും. നിങ്ങൾ ശ്രദ്ധിക്കണം. റെഡി? കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, റെഡി? ഗൈസ്, ഗീവ് ദം സം സപ്പോർട്ട് പ്ലീസ്. വാവ്. ഓക്കെ, കറക്റ്റ് ആണോ? ഓക്കെ. സ്റ്റോപ്പ്. കറക്റ്റ് അല്ല. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ടീം ഒന്ന് സംസാരിച്ചൊന്ന് സെറ്റ് ആക്കുക. റെഡി ആണല്ലോ? So strategy planning is going on. നിർത്തരുത്, സ്റ്റോപ്പ് ചെയ്യരുത്. അത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സമയം പോരെ. ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പറയാല്ലേ? ഓക്കെ, റെഡി. ശ്രദ്ധിച്ചോ? കണ്ടിന്യൂ ചെയ്യണേ. നിർത്തരുത്.
അല്ല, കണ്ടിന്യൂ. നിർത്തരുത്. കണ്ടിന്യൂ. നിങ്ങൾ ആരും അവിടെ നോക്കരുത്. കണ്ടിന്യൂ. അടുത്ത 1/2 മണിക്കൂറിൽ അവരത് ചെയ്യാൻ വേണ്ടി പോവാണേ. നെക്സ്റ്റ് 30 minutes. ഓക്കെ. സോ ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ അടുത്തേക്ക് ഒരു മെസ്സേജ് വരും. ആ മെസ്സേജ് ക്ലാരിഫൈ ചെയ്യാതെ, വെരിഫൈ ചെയ്യാതെ നമ്മളിങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ലൈഫ് ലോങ് ഇങ്ങനെ പോവും. അപ്പോൾ ഡേ നൈറ്റായും മെയിൽ ഫീമെയിലായും നമുക്ക് തോന്നും, ഗൈസ് ഹലോ താങ്ക് യു സോ മച്ച്. നിങ്ങൾ തിരിച്ചു വരാം. ഒരു ക്ലാപ്പ് കൊടുക്കാം. സോ ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ്, വാട്സപ്പിലൊക്കെ വരുന്ന മെസ്സേജ് അത് വെരിഫൈ ചെയ്യാണ്ട് നമ്മൾ ഫോർവേഡ് ചെയ്യും. ഒരു മലയാളം പടം, അതിൻ്റെ പേര് ഓർമ്മയില്ല, മെട്രോയിൽ മദ്യപിച്ച് എന്ന് പറഞ്ഞ് വികൃതി എന്ന് പറഞ്ഞ പടം കണ്ടിരുന്നോ? ഒരാളെടുക്കുന്ന ഫോട്ടോ ഒരാളുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്ന നമ്മൾ കണ്ടു. നമുക്കറിയുന്ന അറിവുകളെ വെരിഫൈ ചെയ്യുന്നുണ്ടോ? അത് നമ്മൾ ബൈനറിൻ്റെ കൂടെയാണ് പോകുന്നത്. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, ബാക്കിലേക്ക് പോവാം. ഓക്കെ, ഒരു ചോദ്യം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സെക്സ് ഫോർ യു? അതല്ലാതെ വാട്ട് ഈസ് സെക്സ്? ഞാൻ പറഞ്ഞല്ലോ, വളരെ ഓപ്പൺ ആയിട്ടുള്ള കോൺവെർസേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താ ജെൻഡർ പറയാൻ വേണ്ടി പറയുന്ന സാധനം? ഒരു യൂത്തിനോട് സെക്സ് എന്താണെന്ന് ചോദിച്ചാൽ അത്രേ നമുക്ക് അറിയുള്ളൂ. സെക്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തല താഴ്ത്തി നിൽക്കണമെന്ന് നമ്മളോട് പറഞ്ഞത് ആരാ? ടി വിയിൽ വീട്ടിലിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു കിസ് സീൻ വരുന്ന സമയത്ത് തല താഴ്ത്തി നിൽക്കണം നമ്മളോട് പറഞ്ഞത് ആരാ? ആരും പറഞ്ഞില്ല. നമ്മുടെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള റിയാക്ഷനാ. സെക്സ് എന്ന സംഭവം ഒരു ടാബു ആയി മാറിയ സമയത്ത് അബ്യൂസ് കൂടി. തുറന്ന സ്പേസുകളിൽ സെക്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ കുട്ടിക്കാലത്ത് സംഭവിച്ച ഒരു സംഭവം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. എനിക്ക് തോന്നുന്നൊരു 7-8 വയസ്സുള്ള സമയത്ത് ഒരു ഫാമിലി ഗ്യാതറിങ്, എല്ലാവരും സംസാരിക്കുമ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു. എനിക്ക് പണ്ട് മുതലേ ഈ സംശയത്തിൻ്റെ അസുഖമുണ്ട്. അപ്പം ഞാൻ എല്ലാവരും ഇരിക്കുമ്പോൾ ചോദിച്ചു, ഈ കുഞ്ഞു വാവകൾക്ക് ചില സമയത്ത് അച്ഛൻ്റെ ഫേസ് കിട്ടുമല്ലേ, അച്ഛൻ്റെ ഫേസ്. അപ്പോൾ അമ്മയും അച്ഛനും കട്ടിൽ ഒരുമിച്ച് കിടക്കുമ്പോൾ എങ്ങനെയാണ് അച്ഛൻ്റെ ഫേസ് കുഞ്ഞുവാവയ്ക്ക് ഉണ്ടാവുന്നത്? ചെറുപ്പത്തിൽ ഞാൻ ചോദിച്ചതാ. അപ്പോൾ എല്ലാവരും എന്നോട് ദേഷ്യം പിടിച്ചു. ചെറിയ കുട്ടികൾ ചോദിക്കേണ്ട ചോദ്യമാണോ? എന്നോട് ദേഷ്യം പിടിച്ച്. ഞാൻ ഉണ്ടാക്കി പറയല്ല, ശരിക്കായിട്ടുള്ള സംഭവം. എന്നാൽ ഇന്ന് നമ്മുടെ കുട്ടികളോട് അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾ ഗൂഗിൾ എടുക്കും, ഇത് സെർച്ച് ചെയ്യും, അവരേത് സൈറ്റിലെത്തും? എവിടെ എത്തും? നിങ്ങൾക്കറിയാം സൈറ്റിൻ്റെ പേര്, നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള കോൺവെർസേഷൻ, അവിടെ എത്തും. ബൈനറീസിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞോ ബ്രോ? ഓക്കെ, സോ കൂൾ. ഓക്കെ, സോ തുറന്ന് സംസാരിക്കുവാനുള്ള, ഡൈവേഴ്സിറ്റിയെ കുറിച്ച് സംസാരിക്കാനുള്ള സ്പേസ് നമുക്കില്ല. ആരോ പറഞ്ഞു മെയിൽ എന്ന് പറഞ്ഞപ്പോൾ ഫീമെയിൽ മാത്രമേ ഉള്ളൂ, റൈറ്റ്? നമ്മളങ്ങനെ പഠിപ്പിച്ചല്ലേ? ആണും പെണ്ണുമായി. ആരാണ് ആൺ? ഹൂ ഈസ് മെയിൽ? ആരാണ്? മെയിൽ പറഞ്ഞോളൂ. ഓപ്പൺ ആയിട്ടുള്ള കോൺവെർസേഷനാ. ഞാനാണല്ലേ? ഞാൻ മെയിലാ. എന്താണ് ഒരു മെയിലിനെ ഡിഫൈൻ ചെയ്യുന്നത്? ഓക്കെ, എന്താ കറക്റ്റ്? ഈ സൈഡിൽ നിന്ന് ആൻസർ വന്നു. ഒരു മെയിൽ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ എന്നുള്ള അത് സെക്സ് ആണോ ജെൻഡർ ആണോ? കറക്റ്റ്. ഇതാണ് പ്രശ്നം. നമ്മൾക്ക് സെക്സിനെ കുറിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. സെക്സ് എന്താണ്, ജെൻഡർ എന്താണെന്ന് അറിയാത്ത ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ഈവൻ ബയോളജി ടീച്ചേഴ്സ് പോലും സെക്സും ജെൻഡറും കൺഫ്യൂസ് ചെയ്ത് പറയുന്ന ഒരു സംഭവം ജെൻഡർ ഒപ്രഷൻ്റെ കാരണമായി തീരുന്നു. നമുക്ക് പഠിക്കാം എന്താണ് സെക്സ്, എന്താണ് ജെൻഡർ. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. സോ സെക്സ് എന്ന് പറയുന്നത് എന്താ? മെയിലും സെക്സ് 2 അല്ല, സെക്സ് 3 ഏതൊക്കെയാണ്? മെയിൽ, ഫീമെയിൽ, ഇന്റർസെക്സ്. മെയിൽ, ഫീമെയിൽ,
ഇന്റർസെക്സ്. എന്താണ് ഇന്റർസെക്സ്? ഒരു മെയിൽ എന്ന് പറയുന്നത് നമ്മുടെ ക്രോമസോൺസ്, ഹോർമോൺസ്, നമ്മുടെ ബയോളജിക്കൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, അതാണ് നമ്മുടെ സെക്സിനെ തീരുമാനിക്കുന്നത്. നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലല്ല, കേരളത്തിൽ തന്നെ നമ്മുടെ ചുറ്റും ഈ 2 ഓർഗൻസോട് കൂടെ ജനിക്കുന്ന ആളുകളുണ്ട്. മിക്സ് ക്രോമസോൺസും മിക്സ് ഹോർമോൺസും കൂടെ ജനിക്കുന്ന ആളുകളുണ്ട്. അപ്പം അവരുടെ കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയ പോലും ഇല്ല. നമ്മൾ പറയുമ്പം ആണും പെണ്ണും അല്ലേ? നമ്മൾ ബൈബിളിലും അതുതന്നെയാണ് പഠിച്ചത്. ആണും പെണ്ണുമായി യഹോവയായ ദൈവം നമ്മെ സൃഷ്ടിച്ചു. പക്ഷേ ഈ ഭൂമിയിൽ 2 അവയവങ്ങളുമായി ജനിക്കുന്നവരെ കുറിച്ച് നമുക്ക് ഒരു ബോധേഡും അല്ല. വി ആർ നോട്ട് ബോധേഡ്. ഒരു വാചകം ഇങ്ങനെ മനസ്സിൽ വരിക, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം ഗിരിപ്രഭാഷണത്തിൽ, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. നിങ്ങൾക്ക് നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. നിങ്ങൾക്ക് സ്വർഗരാജ്യാണോ? അയ്യോ, മധ്യകേരളയിലെ ബൈബിൾ വേറെയാണോ? നിങ്ങൾക്ക് സമാധാനമാണോ? എടുത്ത് വായിക്കൂ പ്ലീസ്. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനാണോ? മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം എടുത്ത് വായിക്കൂ പ്ലീസ്. വായിക്കൂ പ്ലീസ്. ബൈബിൾ നോക്കൂ. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. റൈറ്റ്? നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഇഫ് യു ആർ നോട്ട് ഹാവിംഗ് ഹങ്കർ ഫോർ ജസ്റ്റിസ്, യു ആർ ഫുൾ വിത്ത് യുവർ പ്രിവിലേജ്. നിങ്ങൾക്ക് നീതിക്ക് വേണ്ടിയുള്ള ഒരു ദാഹമോ എരിവോ ഇല്ലെങ്കിൽ നിങ്ങളുടെ സുഖസൗകര്യങ്ങളിൽ നിങ്ങൾ വയറ് നിറഞ്ഞിരിക്കുക. അതുകൊണ്ടാ ഐ ആം സോ പ്രിവിലേജ്. എന്തിന് ഞാൻ ഇന്റർസെക്സിനെ കുറിച്ച് ചിന്തിക്കണം? റൈറ്റ്? എന്തിന് ഞാൻ ഇന്റർസെക്സിനെ കുറിച്ച് ചിന്തിക്കണം? ഞാനൊരു ആണായിട്ടോ ഞാനൊരു പെണ്ണായിട്ടോ ജനിച്ചു. നാളെ നിങ്ങളുടെ മക്കളിൽ ഒരു ഇന്റർസെക്സ് ഉണ്ടാവുമ്പോൾ മാത്രമേ നീതിക്ക് വേണ്ടിയുള്ള ദാഹവും വിശപ്പും നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ആ സമയത്ത് നമ്മൾ തൃപ്തിക്ക് വേണ്ടി ഓടും. ആ സമയത്ത് നമ്മുടെ ചുറ്റും ഇതുപോലൊരു സൊസൈറ്റി ഉണ്ടാവും. ദേ ആർ നോട്ട് ബോതേർഡ്, ദേ ആർ നോട്ട് അവെയർ അബൌട്ട് ദിസ്. സോ സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കലാണ്. സോ വാട്ട് ഈസ് ജെൻഡർ? സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കലാണ്. ജെൻഡർ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ക്ലിയർ ആയോ? എന്താ ഈ സെക്സ്, എന്താ ഈ ജെൻഡർ എന്ന് ചോദിച്ചു നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാമോ? എന്താ സെക്സ്? ബയോളജിക്കലോ? ജെൻഡർ സോഷ്യൽ? അപ്പോൾ ജെൻഡറിനെ ഒന്ന് ഡിഫൈൻ ചെയ്തേ. ജെൻഡർ സോഷ്യലാന്ന് പറയാതെ നമ്മുടേതായ വാക്കുകളിൽ ജെൻഡറിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചേ. മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് ആർക്കെങ്കിലും പറയാനുണ്ടോ? ബയോളജി പഠിച്ച ബയോളജി സ്റ്റുഡൻസ് പ്ലീസ് വേവ് യുവർ ഹാൻഡ്സ്. വേവ് സുഹായ്. ബയോളജി ആരുമില്ലേ? ഓക്കെ, പറയുന്നോ? ഓക്കെ, കൂൾ. സോ ജെൻഡർ എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് പറയും പെണ്ണുങ്ങൾ കരയുന്ന പോലെ കരയാതെടാ. റൈറ്റ്? ഈ മുടി കണ്ട ചിലരൊക്കെ പറയും പെണ്ണുങ്ങൾ മുടി വളർത്തുന്ന പോലെ മുടി നീട്ടാതെ. ജെൻഡർ ഈസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്. ആണുങ്ങളെ പോലെ ഡ്രസ്സ് ചെയ്യുന്നു, ആണുങ്ങളെ പോലെ തൻ്റേടിയായി രാത്രി നടക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തൻ്റേടി എന്നുള്ള വാക്കിൻ്റെ ഒരു അർത്ഥം നിങ്ങൾ ഒരുപാട് വട്ടം കേട്ടിട്ടുണ്ടാവും. തൻ്റെ ഇടം തേടുന്നവൾ. ആൺ പെൺ കെട്ടവൻ. റൈറ്റ്? ആണും നമ്മുടെ ഒരു ചാന്തുപൊട്ട് എന്നുള്ളൊരു മലയാളം പടം ഇറങ്ങിയതിന് ശേഷമാണ് കുറച്ച് എന്നെപ്പോലെ ലൈറ്റായിട്ടുള്ള വോയിസും ചിലർക്ക് നടക്കുന്ന സമയത്ത് എല്ലാ ആണുങ്ങളും മാൻലി, സോ കോൾഡ് മാൻലി ആയി നെഞ്ചു പിടിച്ച് നടക്കില്ല. ചില ആളുകളുടെ നടത്ത സ്റ്റൈൽ മാറ്റം ഉണ്ടാവും. അവരെന്താ വിളിക്കാറ്? ചാന്തുപൊട്ട്, 9, രാധ, ഹിജഡ. ഇന്ന് ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങളുടെ ഡിസ്കഷനിൽ ഒരാൾ പറഞ്ഞേ, ടെർമിനോളജീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രോസ്റ്റിറ്റ്യൂട്ട്. മലയാളം എന്താ? വേശ്യ. റൈറ്റ്? വേശ്യ. നമ്മൾ ചില സമയത്ത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ബ്രേക്കപ്പിൻ്റെ സമയത്തൊക്കെ എക്സ് ഫാക്ടറിനെ പലപ്പോഴും പേട്രിയാർക്കൽ മെൻ വിളിക്കുന്നതാ അവളൊരു വേശ്യ എന്നല്ല, അതിലും അബ്യൂസീവ് ആയിട്ടുള്ള വാക്ക് ഉപയോഗിക്കും. ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകൾ നാളെ റിയാലിറ്റി ആയി മാറുക. നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ നമ്മൾ പോലും അറിയാതെ അതിന് റിയാലിറ്റി ആവുക. പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ല, സെക്സ്
വർക്കർ. ഈ ബൈബിളിലാണെങ്കിലും എവിടെയാണെങ്കിലും സെക്സ് വർക്കർ എന്ന് പറയുമ്പോൾ മാത്രമാണ് അതിനൊരു ഡിഗ്നിറ്റി ഉണ്ടാവുന്നത്, ഒരു മനുഷ്യന് ഒരു ഡിഗ്നിറ്റി ഉണ്ടാവുന്നത്. ഇപ്പോൾ സെക്സ് വർക്കിനെ പ്രൊമോട്ട് ചെയ്യല്ല, മറിച്ച് അവളുടെ കൂടെ കടന്ന പുരുഷന്മാർ രക്ഷപ്പെടുന്ന പുരുഷാധിപത്യ ലോകത്ത് അവളെ സംരക്ഷിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ടെർമിനോളജി നമ്മൾ തലയിൽ മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ ഈ ജെൻഡറിലേക്ക് വരുന്നു. ജെൻഡർ ഈസ് സോഷ്യൽ കൺസ്ട്രക്റ്റ്. അടുത്ത സ്ലൈഡിലേക്ക് പോകും, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയി നമുക്ക് അതിനെ മനസ്സിലാക്കാം. സോ ഇവിടെ ജെൻഡർ ഐഡൻറ്റിറ്റി ആൻഡ് ജെൻഡർ എക്സ്പ്രഷൻ ഉണ്ട്. ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, ഞാൻ പുരുഷനായി ജനിച്ചു, ഞാനൊരു പുരുഷനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാറ്റ് ഈസ് മൈ ജെൻഡർ ഐഡൻറ്റിറ്റി. ജെൻഡർ അവിടെ വുമണും മെന്നും ജെൻഡർ ക്യൂറും വരുന്നു. ജെൻഡർ ക്യൂർ എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ക്ലാരിറ്റി ഇല്ല. എൻ്റെ ശരീരം പുരുഷൻ്റെയാ, പക്ഷെ ഞാൻ ഇടയ്ക്ക് സ്ത്രീയെ പോലെയാണോ? ദിസ് ഈസ് നോട്ട് എ ജോക്ക്, ദിസ് ഈസ് എ റിയാലിറ്റി വി ആർ ഡിസ്കസിങ്. രണ്ടാമത്തേത് ജെൻഡർ എക്സ്പ്രഷൻ. പുരുഷനായി ജനിച്ചു, പക്ഷെ എനിക്ക് താല്പര്യം ക്യൂട്ടസിനോടാ, എനിക്ക് താല്പര്യം വളയിടാൻ വേണ്ടിയിട്ടാണ്, എനിക്കൊരു സ്ത്രീയുടെ വസ്ത്രം ധരിക്കാൻ വേണ്ടി നോക്കുന്നതാ. ഇത് ഞാൻ ആരും ഇമിറ്റേറ്റ് ചെയ്യല്ല, മറിച്ച് ആ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന തോന്നൽ. അത്തരമുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന ചില പേരുണ്ട്. അവരവരുടെ ജെൻഡർ ഒരു ജെൻഡറിൽ നിന്ന് വേറെ ജെൻഡറിലേക്ക് മാറുമ്പോൾ നമ്മൾ അവരെന്ത് വിളിക്കും? ട്രാൻസ്ജെൻഡേഴ്സ് എങ്ങനെയാണ് കാണാനുണ്ടാവുക? എങ്ങനെയാ? സാരിയൊക്കെ എടുത്ത് കുപ്പിയോളയൊക്കെ ഇട്ട് മുഖത്ത് കുറേ പുട്ടിയൊക്കെ ഇട്ട്, അതാണ് നമ്മുടെ മനസ്സിലെ ട്രാൻസ്ജെൻഡർ. ഗൈസ്, there are two categories. One is trans women and trans men. ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് ശരീരം കൊണ്ട് മറ്റൊരു സെക്സിൽ ജനിച്ചു, മനസ്സുകൊണ്ട് വേറൊരു സെക്സായി ജീവിക്കുന്നു. എനിക്ക് എൻ്റെ ശരീരവും മനസ്സും റിക്കൺസിലിയേഷൻ്റെ, നമ്മൾ പറയുന്ന അനുരഞ്ജനത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. അതിനുള്ളൊരു ഓപ്ഷനാണ് ഹോർമോൺസ് ട്രീറ്റ്മെൻറ്റ്. ആദ്യം അവർ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുക്കും. 3000-4000 മാസം കൊടുത്ത് ഇവർ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് അവരുടെ സൈക്കോളജിക്കൽ സ്റ്റേജ് വളരെയധികം പ്രശ്നത്തിലായിരിക്കും. അവർക്ക് സ്വയം ഒരു കൊച്ചു ഉദാഹരണം പറയാം. ട്രാൻസ്മെൻ എന്ന് പറയുന്നത് ഒന്ന് വളരെ സിമ്പിളായിട്ട് പറയാം. ട്രാൻസ്മെൻ എന്ന് പറയുന്നത് സ്ത്രീയിൽ നിന്ന് പുരുഷനിലേക്ക് ട്രാൻസ് ചെയ്യുന്ന വ്യക്തി. ട്രാൻസ് വുമൺ എന്ന് പറയുന്നത് പുരുഷനിൽ നിന്ന് സ്ത്രീയിലേക്ക് മാറുന്നത്. നമുക്ക് ട്രാൻസ്മെന്നിൻ്റെ എക്സാമ്പിൾ എടുക്കാം. സ്ത്രീക്ക് പീരിയഡ്സ് ഉണ്ട്, റൈറ്റ്? ട്രാൻസ് മെന്നായി ഒരു സ്ത്രീ മാറുന്ന സമയത്ത് ഹോർമോൺ എടുക്കുന്ന സമയത്തൊക്കെ കുറച്ച് സമയം എടുക്കും പീരിയഡ്സ് ഇല്ലാതെ ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ ആലോചിക്കുന്നത് അവരുടെ മനസ്സുകൊണ്ട്, അവരുടെ ശരീരം സ്ത്രീയുടേതാണെങ്കിലും മനസ്സുകൊണ്ട് അവർ വിചാരിക്കും ഞാനൊരു പുരുഷനാണ്. പക്ഷേ മാസത്തിൻ്റെ ആ ദിവസം വരുമ്പോൾ പുരുഷനാണെന്ന് വിചാരിച്ച മനസ്സിനെ തളർത്തിക്കൊണ്ട് ശരീരം അവരെ തളർത്തും പീരിയഡ്സിൻ്റെ സമയത്ത്. അവരുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമൊന്നും ഒരിക്കലും നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾക്കാകെ അറിയുന്നത് കൈകൊട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇങ്ങനെ നമ്മളെ തലയിൽ അനുഗ്രഹിച്ച് നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി പോകുന്ന ട്രാൻസ് വുമൻസിനെയാണ്. അല്ലെങ്കിൽ രാത്രി 12 മണിക്ക് ശേഷം പുറത്തിറങ്ങി കഴിഞ്ഞാൽ സെക്സ് വർക്കിന് നിൽക്കുന്ന ട്രാൻസ് വുമനെ നമുക്കറിയാം. എന്തുകൊണ്ടാണ് അവർ സെക്സ് വർക്കിന് പോകുന്നതെന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇതിൽ എത്ര പേര് ട്രാൻസ്ജെൻഡേഴ്സിനോട് ഇൻറ്ററാക്ട് ചെയ്തവരുണ്ട്? വെരി ഗുഡ്, സർപ്രൈസിങ്, റിയലി ഗുഡ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ട്രാൻസ്ജെൻഡർ ഫ്രണ്ട്സ് ഉണ്ട്? ഗ്രേറ്റ്. ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് ക്രിസ്തു ശരീരത്തിൻ്റെ അവയവങ്ങളായ നമുക്ക് ചില അവയവങ്ങളോട് ബന്ധമില്ല എന്ന് പറയുന്നത് വളരെയധികം ഖേദകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഈ ട്രാൻസ് വുമൻ സെക്സ് വർക്കിന് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങുന്നതിനുള്ള ഒരു കാരണം ഒരു ഉദാഹരണത്തോടുകൂടെ പറയാം. നാഷണൽ കൗൺസിൽ ഓഫ് ചേർച്ചസ് ഇൻ ഇന്ത്യയുടെ നാഷണൽ എക്യുമെനിക്കൽ ഫോറം ഫോർ ജെൻഡർ ആൻഡ് സെക്ഷൽ ഡൈവേഴ്സിറ്റിയുടെ പ്രവർത്തനത്തോട് അനുബന്ധിച്ച് ചെന്നൈയിൽ ഒരു ഗ്യാതറിംഗ് നടന്നു. ഒരുപാട് LGBTQI കമ്മ്യൂണിറ്റി വന്നു, കുറേ ട്രാൻസ്ജെൻഡേഴ്സ്. അതിൽ അവർക്കൊരു നല്ല ഡൈനൊക്കെ കൊടുത്തു, ഒരുപാട് ഗിഫ്റ്റൊക്കെ കൊടുത്തു. അവസാനം അവരുടെ മറുപടി പ്രസംഗത്തിൻ്റെ സമയത്ത് ഒരു ട്രാൻസ് വുമൻ മുമ്പിലേക്ക് വന്ന് പറഞ്ഞു, നിങ്ങൾ ഇതുപോലുള്ള ഒരുപാട് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യും, ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരും, ഞങ്ങൾക്ക് ഭക്ഷണം തരും. ഈ ഭക്ഷണത്തിന് ശേഷം, ഈ ഗിഫ്റ്റിന് ശേഷം ഞങ്ങൾ തെരുവിലേക്ക് പോകുന്നത് ഭിക്ഷ അന്വേഷിച്ചും ഞങ്ങളുടെ ശരീരത്തെ വിൽക്കുവാനാണ്. ആ നേരം കൊണ്ട് ഞങ്ങളുടെ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒരു 5 ലക്ഷം രൂപ സഭയ്ക്ക് തരാൻ പറ്റിയിരുന്നെങ്കിൽ, പൈസ പോട്ടെ, ഒരു പെർമനൻറ്റ് ജോലി നിങ്ങളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞങ്ങൾക്ക് തരാൻ പറ്റിയിരുന്നെങ്കിൽ, കൈകൊട്ടി നിങ്ങളെ ശല്യപ്പെടുത്തി തെരുവുകളിൽ ഞങ്ങൾ വരേണ്ടി വരില്ല
ശരീരം വിൽക്കാൻ വേണ്ടി ഞങ്ങൾ പോകേണ്ടി വരില്ല. ഒരു ട്രാൻസ് വുമൺ പറഞ്ഞതാണ്. ക്രിസ്തു ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവയവങ്ങളെ നാം തിരിച്ചറിയാതെ പോകുന്നത് കൊണ്ടാണ് ഈ റൂമിൽ നമ്മളോടൊപ്പം ഒരു ട്രാൻസ് വുമണോ ഒരു ട്രാൻസ് മെന്നോ നമ്മുടെ പ്രായത്തിലുള്ളവർ ഈ യൂത്ത് കോൺഫറൻസിൻ്റെ ഭാഗമായി തീരാണ്ട് പോയത്. ഒരു പക്ഷെ നമ്മുടെ സഭയിൽ ഉണ്ടാവില്ല നമ്മൾ പറയും. ഒരു പക്ഷേ അവരുടെ ഐഡൻറ്റിറ്റി തുറന്നു പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് അവരെ പുറത്താക്കിയിട്ടുണ്ടാവും, സൊസൈറ്റിയിൽ നിന്ന് അവരെ പുറത്താക്കിയിട്ടുണ്ടാവും. അവരുടെ പാരൻസിന് പോലും അവരോടൊരു ബന്ധവും ഉണ്ടാവില്ല. ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കമ്മ്യൂണിറ്റി ഒരുമിച്ച് ജീവിക്കുന്ന ട്രാൻസ് ഹോമുകളുണ്ട്. അവിടെ പോകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അവർ ഏജിനെ പോലും ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ട്രാൻസ്ജെൻഡർക്ക് ഫാമിലി സ്ട്രക്ചർ നിങ്ങൾ അറിയോ? ട്രാൻസ്ജെൻഡർ ഫാമിലി കേട്ടിട്ടുണ്ടോ? ഈ ട്രാൻസ്ജെൻഡേഴ്സ് എങ്ങനെയാണ് അവർ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നവരൊക്കെ ഒരു വീടെടുത്ത് ഒരുമിച്ച് താമസിക്കും. നമുക്കൊക്കെ ബ്ലഡ് റിലേഷനാണ്, അവർക്ക് അക്വേർഡ് റിലേഷൻ. അവരൊരു ഫാമിലി അവിടെ തീർക്കും. ഇതെൻ്റെ മകൾ, ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ അമ്മാമ്മ. അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് എന്ന് പറയുന്നത് 30 വയസ്സുള്ള ട്രാൻസ് വുമൺ ആയിട്ടുള്ള നേഹ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരത്തിയുടെ മകളുടെ പ്രായം 65. 30 വയസ്സുള്ള ഒരു പുള്ളിക്കാരത്തിയുടെ മകളുടെ പ്രായം 65. അവിടെ പ്രായത്തിനല്ല പ്രശ്നം, മറിച്ച് സ്നേഹത്തിനും കരുതലിനുമാണ്. നിനക്കൊന്നുമില്ലായിരുന്നു, നീ തെരുവിലായിരുന്നു, നിന്നെ ഞാൻ മകളായി എടുക്കുന്നു. 30 വയസ്സുള്ളവൾ 65 വയസ്സുകാരിയോട്. നമ്മുടെ വീട്ടിലുള്ള 65ഓ 75ഓ പ്രായമുള്ള അച്ചാച്ചൻ്റെ അമ്മാമ്മയുടെ അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് എത്ര ദിവസമായി? അവരോട് മാറ്റിയിരുന്ന് അവരോട് സംസാരിച്ചിട്ട് എത്ര സമയമായി? ബന്ധങ്ങൾ ശിഥിലമായി പോകുന്ന ഹെട്രോസെക്ഷുവൽ സിസ് ജെൻഡർ, വാക്കുകളുടെ അർത്ഥം പറയാം, ഫാമിലിയിൽ ജീവിക്കുന്ന നമ്മളെ ട്രാൻസ് കമ്മ്യൂണിറ്റി ചാലഞ്ച് ചെയ്യുന്നു, ബന്ധങ്ങളുടെ ശരിയായ അർത്ഥം കാണിച്ചുകൊണ്ട്. ടോപ്പിക് ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കട്ടെ. ഹിയർ വി ആർ ചാലഞ്ചിങ് ദ ഡൈവേഴ്സിറ്റീസ്. ഡൈവേഴ്സിറ്റിയെ, വൈവിധ്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്തതായി സെക്ഷൽ ഓറിയൻറ്റേഷൻ. ഇത് കുറച്ച് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബിബ്ലിക്കലി നമുക്കിതിനൊരു എവിഡൻസും പറയാൻ വേണ്ടിയിട്ട് ആഴമായിട്ടുള്ള എവിഡൻസ് ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം LGBTQI കമ്മ്യൂണിറ്റിയെക്കുറിച്ച്, റൈറ്റ്? അവരുടെ പാപത്തെക്കുറിച്ചല്ല ഞാനിവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു വ്യക്തി നമ്മുടെ യൂത്തിൽ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ഇടയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ വ്യക്തി സൂയിസൈഡ് ചെയ്യില്ല, ആ വ്യക്തി ഡിപ്രഷനിലേക്ക് പോവില്ല എന്ന് ഉറപ്പ് നൽകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇല്ല. നമ്മൾ ബൈനറിയുടെ വേൾഡിലാണ് ജീവിക്കുന്നത്. ആണും പെണ്ണും, ലാൻഡ് ആൻഡ് സീ, അത്തരമുള്ളൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇത്തരം ടോപ്പിക്കുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഈ ടെർമിനോളജി ഒന്ന് പെട്ടെന്ന് പഠിക്കാം. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. സെക്ഷൽ ഓറിയൻറ്റേഷൻ ആൻഡ് ജെൻഡർ ഐഡൻറ്റിറ്റി. എസെക്ഷൽ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ എസെക്ഷൽ? എസെക്ഷൽ അട്രാക്ഷൻ ഒന്നും ഇല്ലാത്ത. ഈ സെക്സ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും എല്ലാവരുടെയും കാര്യമാണ്. നമ്മൾ പറയില്ലേ, അവളെ കണ്ടപ്പോൾ എൻ്റെ വയറ്റിൽ ബട്ടർഫ്ലൈസ് വന്നു എന്നല്ലേ, അവൻ്റെ അടുത്ത് നിന്നപ്പോൾ എൻ്റെ വയറ്റിൽ ബട്ടർഫ്ലൈസ് വന്നു എന്ന് നമ്മളെ ഒരു ടെർമിനോളജിയാണ്. എന്നാൽ ആരടുത്ത് വന്നാലും ഉള്ളിലൊരു ബട്ടർഫ്ലൈയോ ഒരു വികാരമോ തോന്നാത്ത ആളുകളുണ്ട്. അവരെയാണ് എസെക്ഷൽ എന്ന് മെഡിക്കൽ ടെർമിനോളജി പറയുന്നത്. എസെക്ഷൽ ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ കൂട്ടത്തിലുണ്ടാകുമ്പോൾ, നമ്മുടെയൊക്കെ നാട്ടിലുള്ളൊരു പ്രശ്നം, ഒരു പ്രായം കഴിഞ്ഞാൽ, ഞാനൊക്കെ ഇപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്നോട് ആദ്യം ചോദിക്കുന്നത്, എടാ സുഖമാണോ എന്നല്ല, എടാ നീ എപ്പോഴാണ് കല്യാണം കഴിക്കുന്നതെന്നാ ആദ്യത്തെ ചോദ്യം. ഒരു ഹൗ ആർ യു എന്ന് ചോദിക്കുന്ന ചോദ്യം പോലും കേട്ടിട്ട് കുറേയായി. ലൈക്ക് എൻ്റെ ഇവിടെ എസെക്ഷൽ ആയിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്ക് കല്യാണം കഴിക്കാൻ സാധിക്കില്ല, കാരണം അയാൾക്ക് സെക്ഷൽ ആയിട്ടുള്ള ഫീലിങ്സ് ഇല്ല. പക്ഷെ നമ്മുടെ സൊസൈറ്റി, കൺസർവേറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റി അവരതിലേക്ക് തള്ളിവിടുന്നു. ബൈസെക്ഷൽ നമുക്കറിയാം അല്ലേ? എന്താണ് സിസ് ജെൻഡർ? അറിയോ സിസ് ജെൻഡർ? ട്രാൻസ്ജെൻഡർ അറിയാലോ? ജെൻഡർ മാറും. സിസ് ജെൻഡർ എന്ന് പറയുന്നത് ജെൻഡർ ഐഡൻറ്റിറ്റിയും ജെൻഡർ എക്സ്പ്രഷനും മാച്ച് ആയ ആളുകൾ. ദാറ്റ് മീൻസ് മേ ബി നമ്മൾ, എൻ്റെ ശരീരം പോലെയാണ് എൻ്റെ മനസ്സും, അതുപോലെയാണ് ഞാൻ ജീവിക്കുന്നത്. വി ആർ സിസ് ജെൻഡേഴ്സ്. അടുത്തത് ഹെട്രോസെക്ഷൽ. എന്താ ഹെട്രോസെക്ഷൽ? ഓപ്പോസിറ്റ് ജെൻഡറിനോട് അട്രാക്ഷൻ തോന്നുന്ന ആളുകൾ. ഹോമോസെക്ഷൽ നമുക്കറിയാം. നെക്സ്റ്റ് സ്ലൈഡ്. ഹോമോഫോബിയ, ഇന്റർസെക്യോ. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. പാൻസെക്ഷൽ എന്ന് കേട്ടിട്ടുണ്ടോ? പാൻസെക്ഷൽ. നമുക്കൊക്കെ ഒരു ജെൻഡറിനോട് അട്രാക്ഷൻ തോന്നുന്നതല്ലേ? ഞാനിപ്പോൾ ബ്രോനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ.
ബ്രോൻ്റെ സങ്കല്പത്തിലുള്ള പാർട്ട്ണർ എങ്ങനെയാണ്? ഗുഡ് ബിഹേവിയർ ആയിരിക്കണം, ഗുഡ് ക്യാരക്ടർ ആയിരിക്കണം, ബ്യൂട്ടിഫുൾ ആയിരിക്കണം. ബ്യൂട്ടി എന്ന് പറയുന്നത് സാധാരണ ഒരു സ്ത്രീയോട് പറയുന്നതാണ്. ഹാൻസം എന്ന് പറയുന്നത് പുരുഷന് പറയാൻ വേണ്ടി പറയുന്നതാണ്. ഈ പാൻസെക്ഷൽ എന്ന് പറയുന്ന ആളുകൾക്ക് അവർക്ക് പ്രണയം തോന്നുന്നത് ജെൻഡറിനോടല്ല, വ്യക്തികളോടാണ്. ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സെക്ഷൽ ഓറിയൻറ്റേഷൻ, ട്രാൻസ് ഫീമെയിൽ, ട്രാൻസ് മെയിൽ എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻ്റെ മുമ്പുള്ള അവസ്ഥയാണ്. ട്രാൻസ് മെയിൽ, ട്രാൻസ് ഫീമെയിൽ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോബിയ. നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ഓക്കെ, നമുക്കൊരു ചെറിയ ഗെയിമിലേക്ക് വരാം. എനിക്ക് ഇനി ഒരു ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ള ഒരു 3 പേർ സ്റ്റേജിലേക്ക് വരാം. ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ള 3 പേർ സ്റ്റേജിലേക്ക് വരാം. ബ്രോ പേപ്പേഴ്സ് അവർക്ക് കൊടുത്താൽ പെട്ടെന്ന്. ഓക്കെ, ആരും അവിടെ എണീറ്റോ? വരുന്നെങ്കിൽ വാ ബ്രോ. ആളെ ഓക്കെ, സ്റ്റേജിലേക്ക് കയറാം. മ്യൂസിക് റെഡി ആണല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു ബ്രോ. ഒരു പേജ് സോ ആ പേപ്പർ നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ വെക്കണം. ആ പേപ്പറിൻ്റെ മുകളിൽ നിങ്ങൾ കയറി നിൽക്കണം. ഓക്കെ, കയറി നിന്നോ? റെഡി അല്ലേ? ഡാൻസ് കളിക്കാൻ റെഡി ആണല്ലോ അല്ലേ? പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ ഇവർക്ക് ഓരോ ഐഡൻറ്റിറ്റി കൊടുക്കുകയാണ്. ഇദ്ദേഹം മെയിൽ, പുരുഷൻ്റെ ഐഡൻറ്റിറ്റിയിലാണ് ഈ പേപ്പറിന് മുമ്പിൽ നിൽക്കുന്നത്. ഓക്കെ, റെഡി, കൂൾ. ഫീമെയിൽ, ഒരു സ്ത്രീയുടെ ഐഡൻറ്റിറ്റിയിലാണ് നിൽക്കുന്നത്. ട്രാൻസ് വുമൻ്റെ ഐഡൻറ്റിറ്റിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഒന്നുമില്ല, ട്രാൻസ് വുമനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു, ട്രാൻസ് മെന്നിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? മെയിൽ, ട്രാൻസ് വുമൻ, ഫീമെയിൽ ആൻഡ് ട്രാൻസ് മെൻ. ക്ലിയർ? സോ ഷാൽ വി ഡാൻസ്? മ്യൂസിക് പ്ലീസ്. ആ പേപ്പറിൻ്റെ മുകളിൽ ഡാൻസ് കളിക്കണേ. ഡാൻസ് കളിച്ചോ? ഏയ് ഓക്കെ, ഇനി ഞാൻ ഓരോ ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നിങ്ങൾ ഈ പേപ്പർ മടക്കണം. ഞാൻ പറയുന്ന ചോദ്യം നിങ്ങളെ ബാധിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഈ പേപ്പർ മടക്കണം, ഹാഫായിട്ട് മടക്കണം. സോ ചോദ്യം ഇതാണ്, നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ട്രാൻസ്ജെൻഡറിനെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ചോദ്യം ഇതാണ്, രാത്രി സുരക്ഷിതമായി നിങ്ങൾക്ക് റോഡിലൂടെ നടക്കാനുള്ള ഫ്രീഡം ഈ നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പർ മടക്കണ്ട. ഫ്രീഡം ഇല്ലെങ്കിൽ പേപ്പർ മടക്കാം. മനസ്സിലായല്ലോ? ഓക്കെ, ഹാഫായിട്ട് മടക്കാം. അതിൻ്റെ മുകളിൽ കയറി നിൽക്കാം. ഓക്കെ, മ്യൂസിക് പ്ലീസ്. നിങ്ങൾക്ക് കല്യാണം കഴിക്കാനുള്ള അവകാശം സുപ്രീം കോടതി നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പർ മടക്കണ്ട. നിങ്ങൾക്ക് അവകാശമില്ലെങ്കിൽ നിങ്ങൾ പേപ്പർ മടക്കാം. ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് അതിനുള്ള അവകാശമില്ല, അപ്പം നിങ്ങൾക്ക് പേപ്പർ മടക്കാം. ഈ കല്യാണം എന്ന് പറയുന്ന സമയത്ത് നമ്മളൊക്കെ വിചാരിക്കുക സെക്സാണ്. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി സെക്സ് അല്ല. ലീഗൽ കഴിക്കാൻ പറ്റില്ല. പ്രോപ്പർട്ടി റൈറ്റ്സ് ഇല്ല. സോ കല്യാണം എന്ന് പറയും നമ്മൾ വിചാരിക്കും
ഈ താലി കെട്ടുന്നതോ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നതോ അതൊന്നുമല്ല. കല്യാണത്തിൻ്റെ ലീഗൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അഡോപ്റ്റ് ചെയ്യാനുള്ള അവകാശം, ഇൻഷുറൻസിനുള്ള അവകാശം, ഒരുമിച്ചൊരു വീട് ബുക്ക് ചെയ്യാനുള്ള അവകാശം, ഇതൊന്നുമില്ലാതെ അതിന് പൂർണ്ണതയില്ല. സോ മ്യൂസിക് പ്ലീസ്. വിവാഹശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഭവനത്തിൽ പഴയ അധിക സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പറും അടക്കണ്ട. വിവാഹശേഷം നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. ഒരുപക്ഷെ നിങ്ങളുടെ പേരിൻ്റെ സർനെയിം പോലും മാറ്റപ്പെടേണ്ട അവസ്ഥ, യു ആർ റെപ്രസെൻറ്റിങ് എ ബിഗ് കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ പേപ്പറും അടക്കുക. മ്യൂസിക് പ്ലീസ്. ലിറ്റിൽ ബിറ്റ് സെൻസിറ്റീവ്, ആരെങ്കിലും ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ സോറി ഫോർ ദിസ്. ബീങ് ഓണസ്റ്റ്, നിങ്ങൾക്ക് ശുശ്രൂഷയിൽ ഒരു പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതിന് നിങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പറും അടക്കണ്ട. സാധ്യതയില്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പറും അടക്കാം. ചോദ്യം ക്ലിയർ ആയോ? നിങ്ങൾക്കൊരു പുരോഹിതനോ ആവാനുള്ള അവസരം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പറും അടക്കണ്ട, അല്ലെങ്കിൽ പേപ്പറും അടക്കാം. യു ആർ റെപ്രസെൻറ്റിങ് എ ബിഗർ കമ്മ്യൂണിറ്റി. ചോദ്യം മനസ്സിലായോ? എന്ത് വേണമെന്ന് തിരുമേനി അവർക്ക് അവരുടെ തീരുമാനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അല്ലേ? ഓക്കെ, മടക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ചേർച്ചിൽ വുമൺ പ്രീസ്റ്റ് ഉണ്ടോ? ഓക്കെ. ട്രാൻസ്ജെൻഡർ പ്രീസ്റ്റ് നമ്മുടെ കേരളത്തിലുണ്ടോ? ഇല്ല. പേപ്പർ മടക്കാം. ടെൻഷനായി പോയി. മ്യൂസിക് പ്ലീസ്. മ്യൂസിക്. ലെറ്റ്സ് സ്റ്റോപ്പ് ഹിയർ. ഇനി മുമ്പിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ആ പേപ്പർ ഒന്ന് പൊന്തിച്ച് കാണിക്കോ? പേപ്പർ ഒന്ന് പൊന്തിച്ച് കാണിക്കോ? മടക്കിയതുപോലെ. മടക്കിയത് എങ്ങനെയായിരുന്നു അതുപോലെ. സി, ആ പേപ്പറിൻ്റെ സൈസാണ് പ്രിവിലേജ് എന്ന് പറയുന്നത്. പുരുഷരായ ഞങ്ങളിൽ പലരും പ്രിവിലേജോടുകൂടി നിങ്ങളുടെ മുമ്പിൽ നൃത്തമാടുമ്പോൾ സ്ത്രീകളും ട്രാൻസ് കമ്മ്യൂണിറ്റിയും അവർക്ക് കാല് വെക്കാൻ പോലും സ്പേസ് ഇല്ലാതെയാണ് അവരവരുടെ ജീവിതം ആഘോഷമാക്കി മാറ്റുന്നത്. സോ ആസ് എ യൂത്ത്, ഇറ്റ്സ് ഹൈ ടൈം ടു തിങ്ക് അബൌട്ട് ഡൈവേഴ്സിറ്റീസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ നമ്മളിപ്പോൾ ജെൻഡർ ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് ചിന്തിച്ചു. അടുത്ത ഒരു സംഭവത്തിലേക്ക് പോവുകയാണ്. ഒരിക്കൽ ഒരു ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു ലേഡിയോട് സംസാരിക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തി അവളുടെ അവകാശത്തെക്കുറിച്ച് പറയാം. എന്താണ് ഒരു സെക്ഷൽ മൈനോറിറ്റിയിലുള്ള വ്യക്തിക്ക് ഇന്ത്യയിൽ ലഭിക്കുന്ന ലീഗൽ റൈറ്റ്? എന്താണ്? അവൾ പറഞ്ഞു, ഞങ്ങൾക്ക് ആകെ കൂടെയുള്ളൊരു ലീഗൽ റൈറ്റ്, ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഈ നാട്ടിൽ ക്രിമിനൽസ് അല്ല, ബിക്കോസ് ഡീക്രിമിനലൈസേഷൻ നടന്നു. ഞങ്ങൾ ക്രിമിനൽ അല്ല എന്ന് അറിയുന്നത് മാത്രം അവകാശമായി ജീവിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പാപത്തെക്കുറിച്ചോ തിയോളജിയെക്കുറിച്ചോ വേദപുസ്തക അടിസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു ഡിബേറ്റിലേക്കല്ല നമ്മൾ പോകുന്നത്. മറിച്ച് നമ്മുടെ കൂട്ടത്തിൽ ഒരാളും ആത്മഹത്യയിലേക്ക് പോകരുത്. ഇതിനെക്കുറിച്ചുള്ള ബോധം സഭയ്ക്കും യൂത്തിനും ഉണ്ടാവണം. നമ്മുടെ സഭയിൽ നാളെ ഇങ്ങനെ ഒരു വ്യക്തി തുറന്നു പറഞ്ഞ് വരുന്ന സമയത്ത് അവരെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ടീച്ചിങ് മൊഡ്യൂൾ, ഒരു മെത്തഡോളജി നമ്മുടെ സഭയിൽ ഉണ്ടായിരിക്കണം. അടുത്ത ഡൈവേഴ്സിറ്റിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു ചെറിയൊരു ആക്ഷൻ കാണിക്കാം.
ആ ആക്ഷൻ നിങ്ങൾ നിങ്ങളുടെ അടുത്തിരിക്കുന്നവരോട് കാണിക്കണം. ഒരു സിമ്പിൾ ആക്ഷൻ. ഇത് അറിയുന്നവരെന്താന്ന് പറയണ്ട കേട്ടോ. അറിയുന്നവർ പറയണ്ട. ഇതെന്താ? ഇതെന്താ? ഗുഡ് നൈറ്റ്. ഏത് ഭാഷയിലാ? ഇന്ത്യൻ സൈൻ ലാംഗ്വേജിൽ ഗുഡ് നൈറ്റ് പറയുന്നതാ ഇത്. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, റൈറ്റ്? ദിസ് ഈസ് ഗുഡ്, ദിസ് ഈസ് ഓൾവേസ് ഗുഡ്. ഇത് സൂര്യൻ്റെ ഇതനുസരിച്ച് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ മുകളിലേക്ക്, നൈറ്റ് എന്ന് പറയുമ്പോൾ താഴേക്ക്, ഈവനിങ് എന്ന് പറയുമ്പോൾ ഇത്ര, ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ ഇത്ര. നിങ്ങൾ പലർക്കെങ്കിലും അറിയാം, എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സമ്മൺസ് ഫസ്റ്റ് ലാംഗ്വേജ് യു നോ. ഇത് ആരുടെയോ മാതൃഭാഷയാണ്, അവരുടെ ആദ്യത്തെ ഭാഷയാണ്. അവർ എക്സ്പ്രസ് ചെയ്യുന്നത്, അവർ പാടുന്നത്, അവർ കരയുന്നത്, അവർ ചിന്തിക്കുന്നത് ഈ ഭാഷയിലാണ്. ഈ യൂത്ത് കോൺഫറൻസ് ഒരു ഇൻക്ലൂസീവ് യൂത്ത് കോൺഫറൻസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ? കൈയടിക്കാം. വാവ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടത്തിൽ സൈൻ ലാംഗ്വേജ് ഭാഷ സംസാരിക്കാത്ത ഒരാൾ ഇവിടെ ഇല്ലാത്തപ്പോൾ, കാഴ്ചയില്ലാത്ത എത്രയോ യുവജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്, അവരിവിടെ ഇല്ലാത്തപ്പോൾ എങ്ങനെയാണ് നമ്മൾ പൂർണ്ണരായി എന്ന് പറയുന്നത്? അവരിവിടെ വന്നാൽ പോലും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു സൈൻ ലാംഗ്വേജ് ഇൻ്റർപ്രറ്റർ ഇവിടെയുണ്ടോ? വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യം പറയാം. ഞാൻ വളരെ അഭിമാനത്തോടു കൂടി ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു. വീൽ ചെയറിലിരിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തോ ഒരു യുവജനം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റേജിലേക്ക് എങ്ങനെ ആ വ്യക്തി കയറും? ആ ഒരു സ്റ്റേജിലേക്ക് എങ്ങനെ അവർ കയറും? അവരെങ്ങനെ നമ്മളോട് സംസാരിക്കും? പലപ്പോഴും നമ്മൾ ചോദിക്കും, സഭയിൽ പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റി ഉണ്ടോ? ഈ ഒരു ടെർമിനോളജിയെ കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. ചിലപ്പോൾ ഹാൻഡിക്യാപ്ഡ് എന്ന് കേട്ടിട്ടുണ്ടാകും, ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ആളുകൾ പറയും ഡിഫറെൻ്റ്ലി ഏബിൾഡ്, അതല്ലേ നല്ലത് നമ്മൾ പറയും. പക്ഷേ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി നമ്മളോട് പറയുന്നു, നിങ്ങളുടെ ചാരിറ്റിയിലൊന്നും നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കേണ്ട. യു കോൾ us പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി. ഡിസേബിൾഡ് എന്നല്ല, പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി. പേഴ്സൺ ഈസ് ഇമ്പോർട്ടൻറ്റ്, ഡിസേബിലിറ്റി ഈസ് സെക്കൻഡറി, റൈറ്റ്? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കണ്ണുപൊട്ടനല്ല, കാഴ്ച കുറവുള്ളൊരു മനുഷ്യനാണ് അവിടെ പ്രധാനം. നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ചേർച്ചിൽ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ഉണ്ട്, നമ്മൾ പറയും ഇല്ല, ഞങ്ങളുടെ ചേർച്ചിലില്ല. എന്തുകൊണ്ടില്ല എന്ന ചോദ്യം നമ്മൾ ചോദിക്കണം. നമ്മുടെ ചേർച്ചിൽ റാമ്പില്ല, നമ്മുടെ ചേർച്ചിൽ ബ്രെയിൽ ബൈബിളോ ബ്രെയിൽ പാട്ടുബുക്കോ ഇല്ല. അപ്പോൾ വീട്ടിൽ അത്തരത്തിലൊരാളുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് അവരെ അവിടെ അയക്കാൻ പറ്റില്ല. മാതാപിതാക്കളും നമ്മൾ പഠിച്ചു വളർന്നിട്ടുള്ള പല വേദപുസ്തകത്തിലെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. മാർട്ടിൻ ലൂതർ ആദ്യം സിൻ കോൺഷ്യസോടുകൂടെ ബൈബിൾ വായിച്ചപ്പോൾ എല്ലാം ഭയപ്പെടുത്തുന്നതായിരുന്നു. എന്നാൽ ഗ്രേസിനെയും ലവിനെയും മനസ്സിലാക്കി അതിൻ്റെ ഫുൾനെസ്സിൽ വായിച്ചപ്പോൾ റിഫോർമേഷൻ ഉണ്ടായി. ഇപ്പോഴും വേദപുസ്തകം ശാപത്തിൻ്റെ കണ്ണോടുകൂടെ വായിക്കുന്നവരുണ്ട്. ഒരിക്കൽ കോഴിക്കോട് ഞാൻ കത്തീഡ്രലിൽ പാസ്റ്റൽ അസിസ്റ്റൻ്റ് ആയിരുന്ന സമയത്ത് ഒരു ബർത്ത്ഡേ വിസിറ്റിന് പോയി. ബർത്ത്ഡേ വിസിറ്റിന് ബൈബിൾ വായിക്കാൻ വേണ്ടി ഞാൻ ബൈബിൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ടീനേജർ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തു. 2021 നടക്കുന്ന സംഭവമാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പം കപ്പ്യാർ എന്ന് പറയുന്ന പള്ളിയിലെ അങ്കിൾ എന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. അച്ഛൻ എങ്ങനെയാ ഒരു പെൺകുട്ടിക്ക് ഒന്നും ചോദിക്കാതെ ബൈബിൾ കൊടുക്കുക? ആ കുട്ടിയുടെ പീരിയഡ്സിലായിരുന്നെങ്കിലോ? ഞാനാകെ തരുത്തുപോയി. 2021 കോഴിക്കോട് പോലുള്ള പട്ടണത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യം. ഡൈവേഴ്സിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, അനുരഞ്ജനത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, യൂണിറ്റിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോഴും മലയാള ഭാഷയിൽ കൊളോക്കിൽ പറഞ്ഞാൽ നേരം വെളുക്കാത്തിടങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അടുത്ത സ്ലൈഡിലേക്ക് പോകാമോ? ഇൻക്ലൂഷൻ മീറ്റിംഗ് ഈസ് പ്രോഗ്രസിങ് ആൻഡ് ഇറ്റ് ഡസൻറ്റ് ഇൻക്ലൂഡ് യു. നമ്മൾ ഈ ഇൻക്ലൂഷനെ കുറിച്ചൊക്കെ സംസാരിച്ചാൽ പോരാ, അടുത്ത യൂത്ത് കോൺഫറൻസിൽ വരുമ്പോൾ നമ്മുടെ ഈ സ്റ്റേജിൽ സൈൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ഒരാളുണ്ടാവണം. അത് കേൾക്കുന്ന ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള യൂത്തുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. വീൽ ചെയറിൽ നമ്മളുടെ ഇടയിൽ ഓടി നടന്ന് നമ്മളോടൊപ്പം ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന യൂത്ത് നമ്മുടെ ഇടയിൽ ഉണ്ടാവണം. ഈ 10,000 ആളുകളിൽ കുഞ്ഞുങ്ങളുണ്ട്, യൂത്ത് ഉണ്ട്. അവരെ കണ്ടെത്തി അവർക്ക് റിസർവേഷൻ ഉണ്ടാകുന്ന, അവർ നമ്മളോടൊപ്പം ഉണ്ടാകുന്ന യൂത്ത് കോൺഫറൻസ് ഉണ്ടാകുമ്പോഴേ ആ കോൺഫറൻസിൽ ഒരു പൂർണ്ണത ഉണ്ടാകുകയുള്ളൂ. അപ്പോഴാണ്
ക്രിസ്തു ശരീരത്തിന് പൂർണ്ണത ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ശരീരത്തിൻ്റെ അവയവങ്ങളില്ലാത്ത, അടുത്ത സ്ലൈഡിലേക്ക് പോകാം, ഒരു ക്രിസ്തു സഭയുടെ ഭാഗമായി നമ്മൾ മുമ്പിലേക്ക് പോകേണ്ടിയിരിക്കും. അവർ എനിമി ഈസ് നോട്ട് അതർ പീപ്പിൾ, അവർ എനിമി ഈസ് ഹേറ്റ്രഡ്, വയലൻസ്, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഫിയർ. നമ്മുടെ എനിമി നമ്മുടെ ഓപ്പോസിറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയിൽ വരുന്ന വ്യക്തിയല്ല. നമ്മുടെ എനിമി എന്ന് പറയുന്നത് നമ്മളെ വേദനിപ്പിച്ച ആരോ അല്ല. നമ്മുടെ എനിമി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പ്, നമ്മുടെ ഉള്ളിലുള്ള സ്നേഹക്കുറവുകളൊക്കെയാണ് നമ്മുടെ ശത്രുവായി, നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്, തീരുന്നത്. മാറ്റങ്ങൾക്ക് തയ്യാറായി നിങ്ങൾക്ക് അടുത്ത തവണ എൻ്റെ യൂത്ത് കോൺഫറൻസ് ഇതുപോലെ ആയിരിക്കില്ല എന്ന് വിശകലനം ചെയ്യാൻ, സങ്കല്പിക്കുവാൻ വേണ്ടി സാധിക്കുമോ? മേ ബി അതായിരിക്കാം ദൈവം നിങ്ങളോട് നൽകുന്ന പേർപ്പസ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെയും, 29 ആളുകൾ ആ സ്റ്റോറി എഴുതി അയച്ചു. ആ 29 സ്റ്റോറിയിൽ 19 സ്റ്റോറി കണ്ണ് നിറയാതെ വായിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഇടയിൽ, സോറി ഫോർ യൂസിങ് യുവർ സ്റ്റോറി ഹിയർ, അബ്യൂസിന് ഇരയായപ്പെട്ടവരുണ്ട്, നമുക്കറിയില്ല. നമ്മുടെ ഇടയിൽ റേസിസത്തിൻ്റെ വേദന അനുഭവിക്കുന്നവരുണ്ട്, നമുക്കറിയില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി, കുറച്ച് കമ്പാഷനേറ്റ് ആയിട്ട് ഇടപെടാൻ വേണ്ടി നമുക്ക് ശ്രമിച്ചാലോ? എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ വിചാരിച്ചു ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാ, ബഡീസാ, ചങ്സാ എന്നൊക്കെ വിചാരിച്ചു. അവൻ എപ്പോഴും ഹാപ്പി ആയിട്ടാണ് ബിഹേവ് ചെയ്തിട്ടില്ലേ. എന്നാൽ അവനോട് എപ്പോഴും ഹൗ ആർ യു എന്ന് ചോദിച്ചപ്പോൾ ഐ ആം ഫൈൻ ഡാ എന്ന് അവൻ പറഞ്ഞപ്പോഴൊക്കെ അവൻ്റെ കയ്യിൽ അവൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ വേണ്ടി വരച്ച മുറിവുകൾ കണ്ടപ്പോൾ മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ, ഐ ആം നോട്ട് എ ഗുഡ് ഫ്രണ്ട്. ഞാൻ വൃത്തിയല്ലായിരുന്നു. എന്നും കാണുന്ന എൻ്റെ കൂട്ടുകാരൻ്റെ കൈ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി അവൻ മുറിച്ചപ്പോഴും അത് തിരിച്ചറിയാതെ ഇരിക്കുമ്പോൾ ഐ ആം നോട്ട് വർത്തി. കുറച്ച് കമ്പാഷനേറ്റായി. നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവർ, നമ്മൾ പാടുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, അവരുടെ ജീവിതത്തിൽ ഒരാശ്വാസമായി. ചിലപ്പോൾ ചിലർക്കൊന്നും നമ്മളൊരു വാക്കുകളൊന്നും പറയണ്ട, ഒന്ന് കേട്ടു കൊടുത്താൽ മതി. എൻ്റെ ലൈഫിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അത് കേൾക്കാൻ വേണ്ടി ജഡ്ജ്മെൻ്റൽ അല്ലാത്ത ഒരു ചെവി കൊടുക്കാൻ നിങ്ങൾക്കുണ്ടോ? അവിടെ നമുക്ക് ഡിസ്ക്രിമിനേഷൻ മാറ്റാൻ വേണ്ടി സാധിക്കും. ഞാൻ എല്ലായിടത്തും പോകുമ്പോഴും സ്ഥിരമായി പറയുന്ന ഒരു കഥയുണ്ട്, ഒരു സ്കൂൾ കുട്ടിയുടെ കഥ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഈ കുട്ടിക്കൊരു വലിയ ചാലഞ്ച് ഈ കുട്ടിയുടെ ലൈഫിലുണ്ട്. ആ ചാലഞ്ചിൻ്റെ പേരെന്ന് പറയുന്നത് ഡിസ്ലെസിയ എന്നായിരുന്നു. ഡിസ്ലെസിയ എന്ന് കേട്ടിട്ടുണ്ടോ? ഡിസ്ലെസിയ, ലേണിംഗ് ഡിസേബിലിറ്റി. താരേ സമീൻ പർ മൂവി കണ്ടിട്ടുണ്ടോ? താരേ സമീൻ പർ മൂവിയുള്ള അതേ അവസ്ഥ. സ്മോൾ ലെറ്റർ ബി എഴുതി കഴിഞ്ഞാൽ അത് സ്മോൾ ലെറ്റർ ഡി ആവും, സ്മോൾ ലെറ്റർ ഡി എഴുതിയാൽ അത് ബി ആവും. ഇപ്പോൾ ബാഗ് എന്ന് എഴുതി എന്താവും? ഡാബ്. ഒരു ലൈനിൽ എഴുതാൻ പറ്റില്ല, മലയാളം അക്ഷരങ്ങൾ എഴുതാൻ പറ്റില്ല, ആളുകളുടെ മുമ്പിൽ പെന്നും പേപ്പറും കിട്ടിയ കൈ വിറയ്ക്കും. അങ്ങനെയുള്ളൊരു വലിയ ഒരു ലേണിംഗ് ഡിസേബിലിറ്റിയിലൂടെ പോയൊരു കുട്ടി. ഈ കുട്ടിക്ക് ലേണിംഗ് ഡിസേബിലിറ്റി എന്താ, ഡിസ്ലെസി എന്താണെന്ന് അറിയില്ല. ആകെ കൂടെ അറിയാം 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം 90s കിഡ്സിന് മനസ്സിലാവും, വെരി ഗുഡും എഴുതിയൊക്കെ ഒരു വട്ടം വരയ്ക്കുന്ന ഒരു കാലഘട്ടത്ത് നിങ്ങളുടെ മാർക്ക് 10ൽ 20ൽ 10ൽ കുറവാണെങ്കിൽ നിങ്ങളെ വിളിക്കും ഡം, പൊട്ടൻ, മണ്ടൻ. ബ്രൈറ്റ് സ്റ്റുഡൻറ്റ് ആൻഡ് മണ്ടൻ സ്റ്റുഡൻറ്റ്, അതായിരുന്നു സ്റ്റാൻഡേർഡ്സ്, ബ്രൈറ്റ് ആൻഡ് മണ്ടൻ സ്റ്റുഡൻറ്റ്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ 5ാം ക്ലാസ്സിൽ ഈ ഡിസ്ലെസിയുള്ള കുട്ടിയുടെ ക്ലാസ്സിലേക്ക് ഒരു ടീച്ചർ വരുന്നു. ടീച്ചർ ക്ലാസ്സിലൊരു സർപ്രൈസ് ക്ലാസ് ടെസ്റ്റ് കൊടുക്കുന്നു. സിമ്പിളായിട്ടുള്ള ടെസ്റ്റാണ്. നിങ്ങൾ മൂടിനെ കുറിച്ച് ഒരു പോയം മലയാളത്തിൽ എഴുതണം. അമ്പിളിയമ്മാവനെ കുറിച്ച് ഒരു പോയം മലയാളത്തിൽ എഴുതണം. വളരെ സിമ്പിളായിട്ടുള്ള ടാസ്ക്. എല്ലാവരും എക്സൈറ്റഡായി പേപ്പറൊക്കെ എടുത്തു, പെന്നൊക്കെ എടുത്തു, എഴുതാൻ വേണ്ടി തുടങ്ങി. എല്ലാവരും ലൈക്ക് അമ്പിളിമാമൻ, ഇവിടെ ഒരു കൂട്ടുകാരി കാക്കിയെക്കുറിച്ചും ഉള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കവിത എഴുതി, തീർച്ചയായും നിങ്ങളിത് വായിക്കണം. എല്ലാവരും വളരെ എക്സൈറ്റഡായി എഴുതിക്കൊണ്ടിരിക്കുക. ഇവൻ എഴുതാൻ പറ്റുന്നില്ല, ടെൻഷനായി. ക്ലാസ് വർക്കാണ്, വീട്ടിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അമ്മയുടെയോ അച്ഛൻ്റെയോ ഹെൽപ്പ് വാങ്ങാം. ഇവൻ്റെ കൈയൊക്കെ വിറയ്ക്കുന്നു, കൈ വിയർക്കുന്നു. എല്ലാവരും എക്സൈറ്റഡായി എഴുതി, എന്തൊക്കെയോ എഴുതി. എല്ലാവരും ആദ്യം സബ്മിറ്റ് ചെയ്തു. ഇവൻ കുറേ സമയം എടുത്തു, ബെല്ലടിക്കാൻ നേരത്തെ പേപ്പർ കൊടുത്തു. നെക്സ്റ്റ് ഡേ കറക്റ്റ് ചെയ്ത പേപ്പറായി ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു. ഓൾ ആർ സോ ഹാപ്പി. എനിക്ക് വി ഗുഡ് കിട്ടിയോ, എനിക്ക് എത്ര മാർക്ക് കിട്ടി, എല്ലാവരും അറിയാൻ വളരെ എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുക. ഓരോരുത്തർക്കായി പേപ്പർ കൊടുത്തു. ഓരോരുത്തർക്ക് പേപ്പർ കിട്ടുമ്പോഴും ഇവൻ്റെ നെഞ്ചിൽ ഇടുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരിക. ബും ബും ബും. അവസാനം 2 പേപ്പർ മാത്രം ബാക്കിയായി. നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ്സിലെ ടോപ്പറായിട്ടുള്ള സോക്കോൾ, നമ്മൾ പറയും ബ്രില്യൻ ബ്രൈറ്റ് സ്റ്റുഡൻറ്റ്, ആ സ്റ്റുഡൻറ്റിൻ്റെയും ഇവൻ്റെയും പേപ്പർ കിട്ടിയില്ല. ഇവൻ ഉറപ്പായി ഇന്നും
ക്ലാസ്സിൻ്റെ മുമ്പിൽ വെച്ച് ഈസ് ഗോയിങ് ടു ബി ബുള്ളീഡ്. ടീച്ചർ ഈ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിനെ വിളിച്ചു, ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിനെ വിളിച്ചു. മുമ്പിലേക്ക് പോയി ടീച്ചർ വീഗുഡോടുകൂടെ തോളിലൊരു തട്ടൊക്കെ കൊടുത്ത് പറഞ്ഞു, ദ ബെസ്റ്റ് പോയം ഇൻ ദ ക്ലാസ്. എന്ത് നല്ല ഭാഷ, എന്ത് നല്ല ഹാൻഡ് റൈറ്റിംഗ്. എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. ആ കുട്ടി തിരിച്ച് ബെഞ്ചിലേക്ക് പോയി. അടുത്തത് ഇവൻ്റെ ചാൻസാ. ഉറപ്പായി അന്നൊക്കെ കയ്യിൽ മുട്ടിനടി കിട്ടും. ആ സമയം ഇവൻ്റെ പേര് വിളിച്ചു. ഒരു ധൈര്യവും ഇല്ലാതെ ഒരു കോൺഫിഡൻസും ഇല്ലാതെ ആ ബെഞ്ചിൽ നിന്ന് എണീറ്റു. മെല്ലെ മെല്ലെ ടീച്ചറുടെ അടുത്തേക്ക് നടന്നു. കണ്ണൊക്കെ അപ്പോഴേ നിറഞ്ഞു തുടങ്ങിയിരുന്നു. ടീച്ചറുടെ അടുത്ത് എത്തി. ബാക്കിൽ നിൽക്കുന്ന കുട്ടികളുടെ ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കാം. ടീച്ചർ എന്ത് ചെയ്യുമെന്ന് അറിയുന്നില്ല. ടീച്ചർ വടിയിലേക്ക് കൈ പോകുന്നുണ്ടോ എന്ന് ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ടീച്ചർ പേപ്പർ എടുത്തു, ഇവൻ്റെ അടുത്തേക്ക് നീട്ടി. പിന്നെ ആകെ തകർന്നിരുന്നു ഓൾറെഡി. പേപ്പർ അവൻ്റെ കൈ കൊടുത്തു. അവൻ്റെ അടുത്തേക്ക് പോയി നിന്ന് പറഞ്ഞു, കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഗ്രാമർ മിസ്റ്റേക്കും ഉണ്ടെങ്കിലും നിൻ്റെ ചിന്തകൾ നല്ലതാണ്. കണ്ണീരോടുകൂടെ ആദ്യമായി അവൻ ക്ലാസ്സിൽ മുഖം ഉയർത്തി പിടിച്ചുകൊണ്ട് തിരിച്ച് സീറ്റിലേക്ക് പോയ ആദ്യത്തെ ദിവസം അതായിരുന്നു. ഈ കഥ എൻ്റെ കഥയാണ്. ഐ എം എ പേഴ്സൺ വിത്ത് ഡിസ്ലെസിയ. ടുഡേ ഐ വിൽ സേ ഐ എം എ പേഴ്സൺ വിത്ത് പ്രൗഡ് ഡിസ്ലെസിയ. ഐ എം എ പ്രൗഡ് പേഴ്സൺ വിത്ത് ഡിസ്ലെസിയ. എനിക്ക് ലേണിംഗ് ഡിസേബിലിറ്റി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അമ്മ എപ്പോഴും വിചാരിച്ചിരുന്നത് അമ്മയ്ക്ക് അമ്മയുടെ കുട്ടികൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട്, സ്വന്തം മോനെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അമ്മ എപ്പോഴും ഡിപ്രസ്ഡ് ആയിരുന്നു. ഈ താരേ സെമീൻ പർ എന്നുള്ള ഒരു മൂവി കണ്ടതുകൊണ്ട് മാത്രമാണ് ഡിസ്ലെസിയ എന്താണെന്നും ലേണിംഗ് ഡിസേബിലിറ്റി എന്താണെന്നും ഞാൻ തിരിച്ചറിഞ്ഞത്. അമ്മ ഒരു ടീച്ചർ എൻ്റെ തോളിൽ തട്ടിയിട്ടില്ലെങ്കിൽ ഇന്നും ഒരു പക്ഷേ എനിക്ക് എൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ലായിരുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ എൻ്റെ ആഗ്രഹം പള്ളിയിലച്ഛനാവണമെന്നായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും, ഗോഡ് ഐ നോ എനിക്ക് പഠിക്കാൻ പറ്റില്ല, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, എനിക്ക് ഗ്രാമർ മിസ്റ്റേക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എല്ലാം ഉണ്ട്, ഞാൻ എങ്ങനെ സെമിനാരി കംപ്ലീറ്റ് ചെയ്യും എന്നും ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഡിഗ്രി പോലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല വിചാരിച്ച എന്നെ എൻ്റെ ദൈവം ഇന്ത്യയിലെ നാഷണൽ കൗൺസിൽ ഓഫ് ചേർച്ചസ് ഇൻ ഇന്ത്യയുടെ ഒരു സെക്രട്ടറി ആയി നിങ്ങളുടെ മുമ്പിൽ നിർത്തുമ്പോൾ ഇറ്റ്സ് നോട്ട് മൈൻ, ഇറ്റ്സ് അബൌട്ട് ലോർഡ് ഓൾമൈറ്റി. മനുഷ്യൻ്റെ ബലഹീനതകളെ കാണുന്നു, ദൈവം ബലഹീനതകളെ ബലമാക്കി തീർക്കുന്നു. ഈ കോൺഫറൻസിൻ്റെ ബലം നിങ്ങളാണ്. ബലഹീനമായ സഭയെ ബലപ്പെടുത്തുവാൻ വേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഐ ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഈ സെഷന് നന്ദി അറിയിക്കുന്നതിനായിട്ട് പുന്നവേലി ജില്ലയുടെ സെക്രട്ടറിയും കോൺഫറൻസ് കമ്മിറ്റി അംഗമായ ആനി തോമസിനെ ക്ഷണിക്കുന്നു. അതിനു മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകിയ റിബിനച്ചന് മഹായിടവചന പ്രസ്ഥാനത്തിൻ്റെ ഒരു ഉപഹാരം നൽകുന്നതിനായിട്ട് അഭിമന്യ തിരുമേനിയും സ്വീകരിക്കുന്നതിനായിട്ട് റിബിനച്ചനെയും ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.